ഏറെ പ്രിയപ്പെട്ട പഠിതാക്കളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 3 പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ ഡിസ്കഷൻ ആണ്. 2019 മുതൽ 2025 ജനുവരി വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം നൽകുക. അതേപോലെ തന്നെ കുറെ പോയിന്റുകൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോകും, അതൊന്ന് മനസ്സിൽ ഓർത്തിരിക്കുക. ചിലതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക. തോഫിക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 ജൂണിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളിലേക്കാണ്. ലൈസ മിൻ മുഅല്ലഫാത്തി ഇല്യ അബു മാദി. നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം മെഹജറിലെ നമുക്ക് കീ പോയിന്റ് എന്നൊക്കെ പറയാം. അതാരാണ്? ഇല്യ അബു മാദിയാണ്. അപ്പോ ലൈസമിൻ മുഅല്ലഫാത്തി ഇല്യ അബു മാദിയുടെ മുഅല്ലഫാത്തിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഏതൊക്കെ ഉണ്ട്? നമ്മുടെ ജദാവിലുണ്ട്, മദീന ബില കൽബുണ്ട്, തിബർവ തുറാബ് ഉണ്ട്, ഹമായിലുണ്ട്. ഇപ്പോ നമുക്ക് അറിയാം മദീനത്തും ബില കൽബ് എന്നുള്ളതാണ് ശരിയായി വരാത്തത്. മദീന ബില കൽബ് എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? മദീനത്തുൻ ബില കൽബ്, ഹൃദയമില്ലാത്ത നഗരം എന്നുള്ളത് ആരുടെ? ഹൃദയമില്ലാ പട്ടണം, അതാരുടേതാണ്? അത് അഹമ്മദ് അബ്ദുൽ മുഅത്തി അൽ ഹിജാസിയുടെയാണ് കേട്ടോ. അബ്ദുൽ മുഅത്തി അൽ ഹിജാസി എന്ന് പറയുന്ന ഇറാഖി പോയറ്റിന്റെ കവിതയാണ് മദീന ബില കൽബ് എന്നുള്ളത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങള് തുതുക്കാറുൽ മാദി 1911, ദീവാന് വില്യാബു മാദി 1918, ജദാവില് 27, ഹമായില് 40, തിബറുവ തുറാബ്. ഈ ഓർഡർ പഠിക്കുക, എക്സാമിന് ഓർഡർ ആക്കാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, തുതുക്കാറുൽ മാദി, ദീവാനി ഇല്യ അബു മാദി, ജദാവില്, ഹമായില്, തിബറുവ തുറാബ്. സാഹമ ഫി ഫിത്നത്തില്ലതി സിൽസിലത്തി അദ്ദൗലത്തുൽ അമവിയ്യ. അമവി കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു കുഴപ്പമുണ്ട്. അതായത് അമവി ഖിലാഫത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് അതിനുശേഷമുള്ള ഖിലാഫത്തിലേക്ക് അമവി ഭരണകൂടത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അഥവാ ഈ ഏത് കാലഘട്ടത്തിലാണ്? സ്പെയിനിലെ ഇസ്ലാമിക ഒരു കാലഘട്ടത്തിൽ. അപ്പം ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എഴുത്തുകാരൻ ആരാണെന്നുള്ളത് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇബ്നു സെയ്ദൂൻ ആണോ? ഇബ്നു ഹംദീസ് ആണോ? ലിസാനുദ്ദീൻ അൽ ഖത്തീബ് ആണോ? ഇബ്നു ഖഫാജയാണോ? ഈ അമവിയാക്കളെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തിൽ 1749 ഹിജ്റയിലൊക്കെ നടന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോ നമുക്ക് മനസ്സിലാക്കുന്നത് ഇബ്നു സെയ്ദൂനാണ്. ഓക്കെ, അസ്ഹമ ഇബ്നു സെയ്ദൂൻ ഫി തഅസീസി ദൗലത്തി ബനി ജുഹൂർ ബി ഖുർത്തബ. കൊർദോവയില് ബനി ജഹൂർ സ്ഥാപിക്കാൻ വേണ്ടി ഇബ്നു സെയ്ദൂൻ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഹൈസു ഇഷ്തറക ഫി സൗറത്തി അബുൽ ഹസൻ ഇബ്നു ജുഹൂർ അല ആഖിരി ഖുലഫാ ബനി ഉമയ്യ ലഖബൽ ഹക്കം ഫഅബ്വാഹു ദാലിക മകാനതൻ കബീറ ഇൻദ ഇബ്നു ജഹൂർ ഇത് ജഅല ഇബ്നു സെയ്ദൂൻ കാതിബുഹു വവസീറഹു. നമുക്കറിയായിരുന്നു ഇബ്നു സെയ്ദൂൻ എന്ന് പറയുന്നത് ആരുടെ? നമ്മുടെ അബുൽ ഹസൻ ഇബ്നു ജഹൂറിന്റെ എഴുത്തുകാരനും മന്ത്രിയുമായിരുന്നു. അപ്പം ഇദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ അമവി ഖിലാഫത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് ഈ അമവികളെ തകർത്തുകൊണ്ട് ബനു ജുഹൂർ കൊർദോവയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അബുൽ ഹസൻ ഇബ്നു ജുഹൂർ സ്ഥാപിച്ച സമയത്ത് ഇബ്നു സെയ്ദൂൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. റത്തിബി ശുഅറാഇൽ മദ്കൂരീന അദ്നാഹു ഹസ്ബി തവാരീഹി വഫാത്തിഹിം. മരണപ്പെട്ടതിന്റെ ഓർഡർ അനുസരിച്ച് കൊണ്ട് കവികളെ ക്രമീകരിക്കുക എന്നുള്ളതാണ് എല്ലാ പരീക്ഷകളിലും. ഒരു പരീക്ഷ പോലും ഒഴിവാകാതെ മെഹജറിൽ നിന്നോ അതേപോലെ തന്നെ സ്പിന്നിൽ നിന്നോ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഓർഡർ അനുസരിച്ച് ചോദിക്കുക എന്നുള്ളത്. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നുവെങ്കിലും ഇപ്പൊ കുറച്ചൊക്കെ വ്യത്യാസപ്പെടുത്തിയാണ് ചോദിക്കുക. നമ്മൾ അവസാനം അത് പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ നോക്കിക്കേ,
ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ള റഷീദ് സലീം ഹൂരി, റഷീദ് അയ്യൂബ്, ഇല്യാസ് ഫർഹാത്ത്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ഓക്കെ, ആദ്യം മരിക്കുന്ന ആരാണ്? ഇതിൽ ആദ്യം മരിക്കുന്ന ആരാണ്? ജിബ്രാനാണ്. ജിബ്രാൻ എന്നുണ്ടെങ്കിൽ രണ്ടാമത് ആരാണ്? യെസ് യെസ്, റഷീദ് അയ്യൂബാണ് 1941. പിന്നെ ഇല്യാസ് ഫർഹാത്ത്, നമുക്കത് പറയാം, ഇല്യാസ് ഫർഹാത്തും പിന്നെ ആരാണ്? പിന്നെ റഷീദ് സലീം ഹൂരിയാണ്. ഇവിടെ നിങ്ങളത് നോക്കുക, 1871 റഷീദ് അയ്യൂബ് ജനിക്കുന്നത്, 941 മരണപ്പെട്ടു. ജിബ്രാൻ 883 ജനിച്ചു, 931 മരണപ്പെട്ടു. നസീബ് ഒഴയുള്ള 1887 ജനിച്ചു, 946 മരണപ്പെട്ടു. റഷീദ് സലീം ഹൂരി 87 ജനിച്ചു, 984 മരണപ്പെട്ടു. മീഷാൽ മാലൂഫ്, ഇല്യ അബുമാദ്, മീഹായി നൈമ, ഇവര് 3 പേരും 1889 എന്ന വർഷത്തിലാണ് ജനിക്കുന്നത്. മീഷാൽ മാലൂഫ് 1942 മരണപ്പെടുന്നു, ഇല്യ അബുമാദ് 57 മരണപ്പെടുന്നു, മീഹായി നൈമ 88 മരണപ്പെടുന്നു, ഇല്യാസ് ഫർഹാത്ത് 1977 മരണപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇവരുടെ ജനന മരണ ഓർഡർ നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൽ ആരാണ് ആദ്യം ജനിച്ചതെന്നും ആരാണ് ആദ്യം മരിച്ചതെന്നും തന്നെ പഠിക്കുക. മരണ ഓർഡർ അനുസരിച്ച് പഠിക്കുക, ജനറൽ ഓർഡർ അനുസരിച്ച് 2 പട്ടികയിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. ഒരു ചോദ്യം നോക്കുക. ഷാഇറുൻ അന്തുലുസിയൻ ഉലിദ വതുവഫിയ ഫി മദീനത്തി ഷക്കർ. ഷക്കർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം മരിക്കുന്നത്. ജനിക്കുന്നതും അവിടെ തന്നെയാണ്. അദ്ദേഹത്തിന് വസ്ഫു തോബിയത്തിൽ അഥവാ പ്രകൃതി വർണ്ണനയിൽ എന്തുണ്ട്? പ്രശസ്തി ഉണ്ട് എന്നുള്ളതാണ്. ആരാണ് ചോദ്യം? ഇബ്നു ഇബാദത്തു അൽ ഖിസാർ, ഇബ്നു ഹാനി, ഇബ്നു സെയ്ദു, ഇബ്നു ഖഫാജ. ഓക്കെ, ആരാണ് എന്നുള്ള ഉത്തരം നമുക്കറിയാം, ഇബ്നു ഖഫാജയാണ്. കാരണം യാ അഹ്ലൽ അൻദുലുസി ലില്ലാഹി ദർറുക്കും അൻഹാറും വഅഷ്ജാറും മാ ജന്നത്തുൽ ഖുൽദി ഇല്ലാ ഫി ദിയാരിക്കും വലൗ കുന്ത ഫീഹ ഖദ് അഖ്താറു എന്നതേം പറയുന്നുണ്ട് അല്ലെ. യാ അഹ്ലൽ അൻദുലുസ്, ഓ സ്പെയിൻ നിവാസികളെ, ലില്ലാഹി ദർറുക്കും, അള്ളാഹു നിങ്ങൾക്ക് എന്താക്കി? അള്ളാഹു നിങ്ങൾക്ക് ശാശ്വതമാക്കി നൽകി. യാ അഹ്ലൽ അൻദുലുസി ലില്ലാഹി ദർറുക്കും, അവിടെ എന്തൊക്കെയുണ്ട്? വെള്ളമുണ്ട്, തണലുണ്ട്, അരുവികളുണ്ട്, പർവ്വതങ്ങളുണ്ട്, അല്ല മരങ്ങളുണ്ട്. മാ ജന്നത്തുൽ ഖുൽദി ഇല്ലാ ഫി ദിയാറക്കും, നിങ്ങളുടെ വീടുകളാണ് ശാശ്വതമായ സ്വർഗം എന്നുള്ളത്. വലൗ കുന്ത ഫീഹ ഖദ് അഖ്താറു, എനിക്ക് തിരഞ്ഞെടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ അത് തിരഞ്ഞെടുക്കുമായിരുന്നേനെ എന്ന് പാടിയ വ്യക്തിയാണ് അലി ഇബ്നു ഖഫാജ. ഇനി അക്സർ അശ്ഉഅറാഉൽ മുഹാജിരീന മിനൽ ആലമിൽ അറബി കാനു മിൻ അബ്നാ, അതായത് ലോകത്തുള്ള മഹ്ജർ കവികളിൽ അധികവരും ഏത് നാട്ടുകാരാണ്? സിറിയ, ഫലസ്തീൻ, സിറിയ, ലബനാൻ, മിസ്ർ, ഫിലസ്തീൻ, സിറിയ, ഇറാഖ്. ഓക്കെ, സിറിയയിൽ നിന്നും ലബനോണിൽ നിന്നുമാണ്. ഓക്കെ, നമ്മൾ നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ആൾക്കാർ ലബനോണുകാരാണ്. അതേപോലെ തന്നെ സിറിയക്കാരും ഉണ്ട്. അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാലും മതിയാവും. ഇനി നോക്കുക, കാന ഹയാത്തു ജിബ്രാൻ മലീനത്തും ബിൽ കുഫ്രി വ ഇൽഹാദി വൽ ഇൻദിഫാ അനി ശഹവാതി വറഅ ശഹവാത്തുൽ ജസദിയ ലഖദ് നഹിറത ഹുബ്ബിക അലാ മദ്ഹബി ശഹവതിക യാ ജിബ്രാൻ അബതി മസ്വാബ ബിദാഇൽ കലാം വലാ നക تخجل من كل ما فيك من ضعف بشري تعكف عليه فتستره يحلة من الكلام الجميل. ഇത് ആരുടെ പാഴാണ്? കാരണം ഹയാത്തു ജിബ്രാന്റെ ജീവിതം ലയ്യനത്തൻ, അത് നിറഞ്ഞിരിക്കുന്നു ബിൽ കുഫരി വ ഇൽഹാദ്,
കുഫ്റത്ത് കൊണ്ട് അഥവാ എന്താണ് അവിശ്വാസം കൊണ്ടും വഇൽഹാദ് നിരീശ്വരവാദം കൊണ്ടും വഇൻദിഫാഇ ബറാ ശഹ്വാത്തുൽ ജസദിയ ശാരീരിക മോഹങ്ങൾ കൊണ്ടും അത് നിറഞ്ഞിരിക്കുന്നു. ലഖദ് നഹിറത്തു ഹുബ്ബിക നീ നിന്റെ പ്രണയത്തെ കൊന്നു. നെഹ്റ എന്ന് വെച്ചാൽ ബലിയെറുത്തു എന്നാണ്. അല മദ്ഹബി ഷഹ്വത്തിക എന്താണ് കാമത്തിന്റെ ബലിപീഠത്തിൽ നീ എന്ത് ചെയ്യുന്നുണ്ട്? നിന്റെ പ്രണയത്തെ നീ കൊന്നു. യാ ജിബ്രാൻ, ഓ ജിബ്രാനെ. അബച്ച് നീ എന്ത് ചെയ്യുക? നീ വലയുകയാണ്. മുസാബിൻ ബിദാഇൽ കലാം വാക്കുകളുടെ രോഗം കൊണ്ട്. വല നക്ക തഖജൽ നീ എന്ത് ചെയ്യുന്നു? മിൻ കുല്ലി മാ ഫീക നിന്റെ ഉള്ളിലെ ബലഹീനതവും മിൻ ളുഅഫി ബശരിൻ നിന്റെ മാനുഷികമായിട്ടുള്ള ബലഹീനതയും തുഅക്കിഫു അലൈഹി അത് നിന്നിലേക്ക് തന്നെ എന്തുണ്ട്? തിരിയുന്നുണ്ട്. ഫതസ്തറഹു യഹില്ലത്ത് മിനൽ കലാമിൽ ജമീൽ അതെന്ത് ചെയ്യുന്നുണ്ട്? മനോഹരമായ വാക്കുകളുടെ ഒരു മൂടപടം കൊണ്ട് അതിനെ നീ മൂടുകയും ചെയ്യുന്നുണ്ട്. ഇതാരാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ജിബ്രാൻ മിഹായിൽ നഈമ അത് ജിബ്രാനിലേക്ക് എഴുതിയിട്ടുള്ള ഒരു റിസാലയാണ്. ജിബ്രാൻ സ്വന്തം ആയിക്കൊണ്ട് തന്നെ കുറിച്ച് പറഞ്ഞതാണോ? അബ്ദുൽ മസീഹ് ഹദ്ദാദ് എഴുതിയിട്ടുള്ളതാണോ? അദ്ദേഹത്തിന്റെ വാലിദ് എഴുതിയിട്ടുള്ളതാണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്ക്. ചിലപ്പോ ശരിയാവാം, ചിലപ്പോ തെറ്റിപ്പോകാം, എന്തോ ആയിക്കോട്ടെ. നമ്മളെല്ലാം അറിഞ്ഞോളൊന്നും ഉണ്ടാവൂലല്ലോ. പലതും അറിയാത്ത നിന്നാണ് അറിയുന്നതിലേക്ക് വരാം. ചിലപ്പോ തെറ്റിൽ നിന്നുമായിരിക്കും എന്ത് ചെയ്യാ ശരിയിലേക്ക് വരാം. അപ്പോ ഇത് ജിബ്രാൻ തന്നെ എന്ത് ചെയ്യാണ്? സ്വയം സങ്കടപ്പെട്ട് കൊണ്ട് തന്റെ ജീവിതത്തിലുള്ള നിരന്തരമായിട്ടുള്ള എന്താണ് ദുഃഖങ്ങളിൽ അഭിമുഖീകരിക്കുന്ന തന്റെ ജിബ്രാനോട് പറയാണ്, ഓ ജിബ്രാനെ കാനത്തെ ഹയാത്തു ജിബ്രാൻ ജിബ്രാന്റെ ജീവിതം എന്ന് പറഞ്ഞ എന്താണ് തന്റെ തന്റെ ജീവിതം എന്ന് പറയുന്നത് അവിശ്വാസം കൊണ്ടും നിരീശ്വരവാദം കൊണ്ടും ശാരീരിക മോഹങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ എന്താണ് നീ നിന്റെ കാമത്തിന്റെ ബലിപീഠത്തിൽ നിന്റെ പ്രണയത്തിൽ നീ കൊന്നുകളഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ എന്താണ് അബത്തി മിസാബിൻ ബിദാഇൽ കലാം അതേപോലെ തന്നെ വാക്കുകളുടെ രോഗം കൊണ്ട് നീ വലയുകയാണ്. ولا نك تخجل من كل ما فيك من ضعف بشر تعكف فيه وتستريح حلة من الكلام الجميل വാക്കുകളുടെ രോഗത്താൽ നീ വലിയുന്നുണ്ട്. നിന്റെ ഉള്ളിലെ ബലഹീനവും മാനുഷികമായ എല്ലാത്തിനെയും കുറിച്ച് നീ ലജ്ജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യാണ്? മനോഹരമായ മൂടുപടം കൊണ്ട് നീ അതിലേക്ക് മൂടുകയും ചെയ്യുന്നു എന്ന് പറയാം. തന്റെ ജീവിതത്തെ പറ്റി അദ്ദേഹം പറയാം. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. അടുത്തത് അമ്മ ശിഅറ ഷഫീഖ് മഅലൂഫ് വഅബി മാദി വഅദില വനഈമ ഫഖീഹുൻ മിനൽ ഖദീമി വൽ ജദീദ് മഅൻ ഫഫീഹി നല്ല ഫഫീഹി മിനൽ ഖദീമി വൽ ജദീദ് മഅൻ. അതായത് ഷഫീഖ് മഅലൂഫിന്റെയും ഈലെ അബുമാദിയുടെയും നസീബ് ഉലൈലയുടെയും മീഖായി നഈമയുടെയും കവിതകൾ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പൗരാണികമായും അതേപോലെ തന്നെ പുതുമയാർന്നതുമായിട്ടുള്ള കവിതകൾ പരസ്പരം കോറിലേറ്റഡ് ആണ് എന്ന് പറയാണ്. ഇതാരുടെ കോട്ടാണ്? മുഹമ്മദ് ഹുസൈൻ ഐക്കര് പറഞ്ഞതാണോ? മുഹമ്മദ് മന്ദൂർ പറഞ്ഞതാണോ? അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് പറഞ്ഞതാണോ? ഷൗക്കി ലൈഫ് പറഞ്ഞതാണോ? ഓക്കെ. അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് ഈ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു കോഡ് പറഞ്ഞുതരാം. ഓൾമോസ്റ്റ് ഈ അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദിന് എന്തുണ്ട്? മഹ്ജർ സാഹിത്യകാരന്മാരുമായിട്ട് ഒരു ചെറിയ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇവരുമായി ബന്ധപ്പെട്ട നിരൂപണങ്ങൾ അധികം നടത്തിയിട്ടുള്ളവരാണ് അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദാണ്. ഓക്കെ, അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദാണ്. പക്ഷെ ഇതുമായി ബന്ധപ്പെടാത്ത നമ്മൾ മറ്റൊരു കാര്യം ഇൻഷാ അല്ലാഹ് മുഹമ്മദ് മന്ദൂറുമായി ബന്ധപ്പെട്ട് പറയും. ഇനി ഒരു ചോദ്യം വരികയാണെ, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. ഇസ്തമറ മീശാൽ മഅലൂഫ് ഫി റിയാസത്തിൽ അസ്ബത്തുൽ അൻദലൂസിയ നഹ്വി എത്ര വർഷക്കാലാണ് മീശാൽ മഅലൂഫ് അസ്ബത്തുൽ അൻദലൂസിയയുടെ പ്രസിഡന്റ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നത്? 6 വർഷം, 8 വർഷം, 9 വർഷം, 10 വർഷം? എത്ര വർഷമാണ്? ഓക്കെ, 8 ഉണ്ട്,
9 ഉണ്ട്, 10 ഉണ്ട് അല്ലെ? നമുക്ക് ഉത്തരം നോക്കാം. സത്യം പറഞ്ഞാല് ഇദ്ദേഹം 6 വർഷം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ഇദ്ദേഹം സത്യം പറഞ്ഞാൽ 1932 സ്ഥാപിക്കപ്പെടുന്നത്. ഇത് സംഘടന സ്ഥാപിക്കപ്പെടുന്ന 1932 വിക്കിപീഡിയയാണ്. അതിന്റെ അകത്ത് ഇദ്ദേഹം 6 വർഷക്കാലമാണ് എന്ത് ചെയ്തത്, പ്രസിഡന്റായ നിലയിൽ നിലനിൽക്കുന്നത്. ശേഷം 1938 ഇദ്ദേഹം എവിടേക്ക് മടങ്ങുന്നുണ്ട്? ഇദ്ദേഹം ലബനാനിലേക്ക് മടങ്ങുന്നുണ്ട്. ആ സമയത്ത് 2ാം ലോക മഹായുദ്ധം എന്ത് ചെയ്യുകയാണ്, നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് തിരികെ വരാൻ പറ്റിയില്ല. 1942 ആകുന്ന സമയത്ത് എന്താണ്, ഇദ്ദേഹം അവിടെ മരിക്കാണ്. ഇദ്ദേഹം രോഗം ബാധിച്ചുകൊണ്ട് മരിക്കാണ്. അപ്പം 1932 മുതൽ 42 വരേക്കും എന്തെയാണ്, പ്രസിഡന്റായ നിലയിൽ തന്നെയാണ് മിഷാൽ മാലൂഫ് തുടരുന്നത്. അതിനുശേഷം, അതായത് 1942 ശേഷം എന്ത് ചെയ്യാണ്, നമ്മുടെ റഷീദ് സലീം ഖൂരിയെ 2ാമത്തെ അസ്ബത്തുൽ അന്തലൂസിയയുടെ പ്രസിഡന്റായ രൂപത്തിൽ തിരഞ്ഞെടുക്കുകയാണ്. സത്യത്തിൽ അദ്ദേഹം ഒരു 6 വർഷക്കാലമേ ആക്റ്റീവായ രൂപത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീടുള്ള 4 വർഷക്കാലത്തിൽ എന്തായിരുന്നു, അദ്ദേഹം ബ്രസീലിലല്ലാതെ തന്റെ നാട്ടിൽ നിന്ന് തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ സംഘടനകൾ ഉണ്ടാവും, അവിടുത്തെ ഉള്ള ഏറ്റവും വലിയ ഉടായിപ്പാരായിരിക്കും, പ്രസിഡന്റ് ആയിരിക്കും അല്ലെ? സ്വാഭാവികമാണ്, സെക്രട്ടറി ആയിരിക്കും എല്ലാ പണിയും ചെയ്യാം, അറിയാലോ. ക്ലിയർ ആയോ? ഓക്കെ. സംഘടന സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പെട്ടെന്ന് കിട്ടും. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. തുറക്കിം ഇദാ ജന്നൽ ലലാമ സിയാറതി ഫഇന്നി റഅയ്തുൽ ലൈലി അക്തമു ലിസ്സതി. തുറക്കിം എന്ത് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഇദാ ജന്നൽ ലലാമ സിയാറതി, ഇദാ ജന്നൽ ലലാമ സിയാറതി, രാത്രിയുടെ ഇരുട്ട് ആകുന്ന സമയത്ത് എന്നെ അവൻ കാണാൻ വരുന്നുണ്ട്. ഫഇന്നി റഅയ്തുൽ ലൈല, ഞാൻ രാത്രിയെ കാണുന്നു. അക്തമുൽ ലിസ്സതി, രഹസ്യം സൂക്ഷിക്കാൻ വെച്ച ഏറ്റവും നല്ല രഹസ്യ സൂക്ഷിപ്പുകാരനായിട്ട്. കാലത്ത് അശ്ശാഇറത്തുൽ അന്ദലുസിയ ഫിൽ ആഷിഖി അല്ലദി തഹീമ ബിഹി, അതായത് ഇത് ഒരു എന്താണ്, കവിയത്രി പാടിയതാണ്. അത് ആരെ തന്റെ ആഷിഖിനെ പറ്റിയിട്ട് കവിയത്രി പാടിയതാണ്. ഇത് ആരാണ് പാടിയത്? ഹഫ്സയാണോ, ഹംദൂനയാണോ, വല്ലാതെയാണോ, ആയിഷയാണോ? വല്ലാദ ബിന്ത് മുസ്തഖഫി പാടിയ വരികളാണ് തുറക്കിബ് ഇദാ ജന്നൽ ലലാമ സിയാറതി ഫഇന്നി റഅയ്തുൽ ലൈലി അക്തമു ലിസ്സതി എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. അലാ തൻഷുദുനീലി മലീഹുൽ അന്ദുലുസ് ഖാലഹുൽ മുത്തനബ്ബിലിൽ വലീദുൽ അന്ദുലുസി. ഇവിടെ നമ്മുടെ ഈ അർത്ഥം ഉണ്ടല്ലോ, ഒന്നും കൂടി ഞാൻ പറഞ്ഞേട്ടോ. തുറക്കിബ് ഇദാ ജന്നൽ ലലാമ സിയാറതി, രാത്രിയായാൽ നീ എന്റെ സന്ദർശനത്തെ എന്ത് ചെയ്യുക, പ്രതീക്ഷിച്ചു കൊള്ളുക. തുറക്കിബ് ഇദാ ജന്നൽ ലലാമ സിയാറതി, രാത്രിയായി കഴിഞ്ഞാൽ നീ എന്റെ സന്ദർശനത്തെ പ്രതീക്ഷിക്കുക. കാരണം ഫഇന്നി റഅയ്തുൽ ലൈല അക്തമുൽ ലിസ്സതി, കാരണം ഞാൻ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ രാത്രിയെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്, അതാണ് രാത്രിയാണ് നല്ലതെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അലാ തൻഷിദുനി മലീഹുൽ അന്ദലുസ് ഖാലഹുൽ മുത്തനബ്ബിലിൽ വലീദുൽ അന്ദലുസി ഫി, ആരാണ് ഇത് പറഞ്ഞത്? ഇബ്നു ഹാനിയാണോ, ഇബ്നു അബ്ദ റബ്ബയാണോ, ഇബ്നു ഖഫാദയാണോ, ലിസാനുദ്ദീൻ ഖത്തീബാണോ? ഇതാരാണ്? ഇബ്നു അബ്ദ റബ്ബയാണ്. ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. റുവിയ ഇബ്നു ഖത്തീബ് അന്ന ഇബ്നു അസ്സാൽ ലമ്മ ഹജ്ജ അർറജ ഫി മൻസറഫുഹു അലാ മിസ്ർ ഫലഖാ ഫിഹാ ബിത്തയ്യിബ് അൽ-മുത്തനബ്ബി ഫി ജാമി അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു ഫഫാദ ഫിൽ ഹദീസ് മലിയൻ ثم قال المتنبي അലാ തൻഷുദുനി ലിമലീഹുൽ അൻദലുസ് യഅനി ഇബ്നു അബ്ദ റബ്ബ ഫഅൻഷദഹു ഇബ്നു അസ്സാൽ അബിയാത്ത് മിൻ ശിഅരി ഇബ്നു അബ്ദ റബ്ബ.
അതായത് ഇബ്നുൽ ഖത്തീബ് എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ഇബ്നുൽ അസ്സാദ് എന്ത് ചെയ്യുന്നുണ്ട്, ഹജ്ജ് ചെയ്യുകയും പിന്നീട് ഈജിപ്തിലൂടെ ഹജ്ജിന് ശേഷം ഈജിപ്തിലൂടെ കടന്നുപോയ സമയത്ത് ലഖിയ ഫീഹ അബുൽ തയ്യിബ് മുത്തനബി ഫി ജാമിഅ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ജാമിഅ അംർ ബിൻ ആസിനെ ആസ് എന്ന് പറയുന്ന പള്ളിയിൽ വെച്ചുകൊണ്ട് അബു തയ്യിബ് മുത്തനബി ആര് കാണാണ്, ഇബ്നുൽ അസ്സാല് കാണുകയാണ്. അങ്ങനെ അവർ സംസാരത്തിൽ മുരുകുന്നുണ്ട്. അപ്പോ അതിനുശേഷം മുത്തനബി ഇബ്നുൽ അസ്സാലിനോട് ആവശ്യപ്പെടുകയാണ്, അലാ തൻഷുദിനി മലീഹുൽ അൻദലുസ്, അതായത് നീ എന്ത് ചെയ്യുക, മലീഹുൽ അൻദലുസിന്റെ കവിത എനിക്ക് പാടി തരികയില്ലേ എന്ന് ആരോട് ചോദിക്കുകയാണ്, ഇബ്നുൽ അസ്സാനിനോട് മുത്തനബി ചോദിച്ചു. അപ്പോ അതായത് ഇവിടെ മലീഹുൽ അൻദലുസ് കൊണ്ട് മുത്തനബി ഉദ്ദേശിക്കുന്നത് ആരാണ്, ഇബ്നു അബ്ദ് റബ്ബയാണ്. ഇബ്നുൽ അസ്സാൽ അബിയാത്ത് മിൻ ശഇരി ഇബ്നു റബ്ബിഹി, അങ്ങനെ എന്ത് ചെയ്യാണ്, ഇബ്നുൽ അസ്സാല് എന്ത് ചെയ്യാണ്, ഇബ്നു അബ്ദ് റബ്ബയുടെ കവിത പാടിക്കൊടുക്കുകയാണ് എന്നാണ് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോ അലാ തൻഷുദുനി മലീഹുൽ അൻദലുസ് എന്ന് വലീദുൽ അൻദലുസിയോട് ആരാണ് പറഞ്ഞത്? ഇതായത് ഇവിടെ വലീദുൽ അൻദലുസ്, ഇബ്നുൽ അസ്സാല് വലീദുൽ അൻദലുസ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഇബ്നുൽ അസ്സാലുൽ വലീദുൽ അൻദലുസി എന്നാണ്. ഓക്കെ. ഇനി കാന മീശാൽ മഅലൂഫ് റഈസൽ ഉസ്ബത്തുൽ അൻദലുസിയ വഅമീന ലിസിർ ഹുവ, മീശാൽ മഅലൂഫ് ആയിരുന്നു ഉസ്ബത്തുൽ അൻദലുസിയുടെ റഈസ്, എന്നാൽ അതിന്റെ അമീൻ സിർ ആരായിരുന്നു എന്നുള്ളതാണ്. ലിയാദ് മഅലൂഫ്, ഷഫീഖ് മഅലൂഫ്, ഫർഹൻതു, നദീർ സീത്തു. ആരായിരുന്നു? നദീർ സൈത്തൂനായിരുന്നു. റഈസ് ആരായിരുന്നു? മീശാൽ മഅലൂഫ് ആയിരുന്നു. എന്നാൽ അമീന് സിർ ആരായിരുന്നു? നദീർ സൈത്തൂൻ ആയിരുന്നു. ബാക്കി ഇൻഷാ നമ്മൾ യൂണിറ്റ് 8 പറഞ്ഞിട്ടുള്ളതാണ്. ഇൻഷാ അതൊന്നും കൂടി നമ്മൾ യൂണിറ്റ് 8 ചർച്ച ചെയ്യും, കുറച്ചുകൂടി പറയാം. നശഅത്ത് ഹംദൂന ഫി വാദിൻ ജമീലിൻ യുസമ്മ, ഹംദൂന ജീവിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു താഴ്വരയിലാണ്. ആ താഴ്വരയുടെ പേരെന്താണോ? ആഷ് എന്നാണോ, അരീഷ് എന്നാണോ, വാദുല്ലി ഗരീബ് എന്നാണോ, വാദിത്തംർ എന്നാണ്? ആഷ് അവിൽ അഷ്താഖ് എന്ന് പറയാം അല്ലെ. വാദി ആഷിലാണ് ജീവിക്കുന്നത്, ഹംദൂന ബിന്ത് സിയാദ് ജീവിക്കുന്നത്. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ലൈസ മിൻ മുഅല്ലഫാത്തി ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ഖലീൽ ജിബ്രാന്റെ ഇതിൽ പെടാത്തത് ഏതാണ്? നവാഫില്, ഹദീഖത്തുൽ നബി, ആലിഹത്തുൽ അർള്, റംലി വസബദ്. ഓക്കെ, എല്ലാരും ആൻസർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാണ്. ആൻസർ ചെയ്തിടും, ഞാൻ കണ്ടില്ല, സ്ക്രീന് നോക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, നവാഫിൽ എന്ന് എല്ലാരും ആൻസർ ചെയ്തത് കണ്ടു, ശുക്രൻ. നവാഫിൽ എന്ന് പറയുന്നത് ജോർജ് സ്വൈദഹിന്റെ കൃതിയാണ് നവാഫിൽ എന്നുള്ളത്. ഹദീഖത്തുൽ നബി, ആലിഹത്തുൽ അർള്, റംലി വസബദ്, ഇതെല്ലാം ജിബ്രാന്റെയാണ്. ഇനി മറ്റൊരു ചോദ്യം, അമ്മ അഹ്ലൽ അൻദലുസ്, ഓ സ്പെയിൻ നിവാസികളെ, ഫലമ്മ കസുറ അശ്അറ ഫീ ഖത്രിഹിം വതഹദ്ദബത് മനാഹിഹി വഫുനൂനിഹി വബലഅത് തന്നീഖ് ഫീഹിൽ ഗായ, അതായത് വലമ്മ കസുറ അശ്അറ ഫീ ഖത്രിഹിം, നിങ്ങളുടെ പ്രദേശത്ത് കവിത അധികരിച്ച സമയത്ത് വതഹദ്ദബത് മനാഹിഹി, എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ കലകളെ അത് പരിപോഷിപ്പിക്കുന്നുണ്ട്. ഒരു ലക്ഷ്യത്തിലേക്ക് ആ കവിതകളെയൊക്കെ തന്നെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളിൽ നിന്ന് പിൻതലമുറക്കാരായി വന്നിട്ടുള്ളവർ അവരോട് പറയാണ്, അതായത് പഴയ തലമുറയോട് പറയാണ്, നിങ്ങളുടെ പിൻതലമുറക്കാരായി വന്നിട്ടുള്ളവർ എന്ത് ചെയ്തു? പുതിയൊരു കലയെ കൊണ്ടുവന്നു, അതിന് മുബശ്ശഹ് എന്ന് പേര് വെച്ചു. ഇത് ആര് പറഞ്ഞതാണ്?
ജോർജ് സെയ്താൻ പറഞ്ഞതാണോ, ജാഹിദ് പറഞ്ഞതാണോ, അസ്മഈ പറഞ്ഞതാണോ, ഇബ്നു ഖൽദൂൻ വഫിയാത്തുൽ അയ്യാനിൽ പറഞ്ഞതാണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഉമ്മഹാത്തുൽ കുത്തുബ് ഒന്ന് വായിച്ച് പോണേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇബ്നു ഖൽദൂൻ എന്താണ് പറയുന്നത്? ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു. കാല ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്, أما أهل الأندلس فلما قصر في شعر في قتلهم وتحدبت مناهيه وفنونه وبلغ التنميك فيه الغاية استحدث المتأخرون منهم فنا سموه بالمبشر ينظمون أسماتا وغسالا يكسرون فيها أعاريضها المختلفة ويسمون المتعدد منها بيتا واحدا ويلتمزمون عند قوافي تلك الأغصان وأوزانها متتاليا فيما بعد إلى آخر القطعة وأكثر ما تنتهي عندهم إلى 7 أبيات ويشتمل كل بيت على أغصان عددها بحسب الأغراض والمذاهب وينسبون فيها ويمدحون كما يفعل في القصائد. ഇത് കൃത്യമായിട്ട് ഒരു മുബശ്ശഹാത്തിനെ കുറിച്ച് ഇബ്നു ഖൽദൂൻ പറയാണ്. ഇൽമൂന അസ്മാത്തൻ അത് സുംത്തുകളായി കൊണ്ട് രചിക്കാറുണ്ട്, അതുപോലെ ഹുസ്നുകളായി കൊണ്ട് രചിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറാദുകൾ ഉണ്ടാവും. നമ്മൾ ആരീദുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായി കുറെ ആരീദുകൾ ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബൈത്തായി രൂപപ്പെടുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, കാഫിയകൾ വ്യത്യസ്തമായിരിക്കണം. കാഫിയകൾ ഒരേപോലെ ആയിരിക്കണം. ഹുസ്നുകൾക്കിടയിലെ കാഫിയകൾ ഒരുപോലെ ആയിരിക്കണം. അതേപോലെ തന്നെ ഔസാനിഹ മുതതാലിയൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള വസനുകൾ രൂപപ്പെടുത്തണം. ഫീമാ ബഅദ ഇലാ ആഖിറിൽ കിതാബ് അവസാന വരികളിൽ വരേക്കും. വഅക്സറു മാ തൻതഹി ഇൻദഹും ഇലാ 7 അബിയാത്തിൻ 7 വരികളായി കൊണ്ട് അതിനെ ചുരുക്കാം നമുക്ക്. വയസ്തമില കുല്ല ബൈത്തിൻ അലാ ഗസ്സാനിൻ അദദി ഹസ്ബിൽ അഗ്റാദി വൽ മദാഹിബി ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള ഹുസ്നുകൾ അതിൻ്റെ അകത്ത് രൂപീകരിക്കണം. ചിലത് നസ്ബ് ചെയ്യപ്പെടണം, ചിലത് മദ്ഹ് ചെയ്യപ്പെടണം. കസീദ എന്താണോ ആവശ്യപ്പെടുന്നത് അതിൽ വരി എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ അകത്ത് ഹുസ്നുകളും ഒക്കെ കൊണ്ടുവരണം എന്ന് പറയാണ് ഇബ്നു ഖൽദൂൻ ഈ ഒരു മുവശഹത്തിന്റെ രൂപത്തെ കുറിച്ച് പറയാണ്. ഇത്രയുമാണ് 2019 ജൂണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. നമ്മൾ അടുത്ത ഒരു സെഷനിലേക്ക് കടക്കുകയാണ്. ഡിസംബറിലെ ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുക. അദബുൽ മഹ്ജിരി ഫി ഫറൻസ അൽ അംരീകിയത്തേനി വൽ ഹോളണ്ട വൽ അംലക്കത്തുൽ മുത്തഹിദ. പെട്ടെന്ന് ആൻസർ ചെയ്യണേ. ഫ്രാൻസിലാണോ, അമേരിക്കൻ ഐക്യനാടുകളിലാണോ, ഹോളണ്ടിലാണോ, അൽ മംലക്കത്തുൽ മുത്തഹിദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലല്ല. എന്താണ് അമേരിക്കൻ, അതിൻ്റെ അകത്ത് വടക്കേ അമേരിക്കയും വരുന്നുണ്ട്, തെക്കേ അമേരിക്കയും വരുന്നുണ്ട്. മൻകാന അമീറു സിനാഅത്തൈനി ബനൽ ഉദബാഇ അൽ അൻദുലുസിൻ. സ്പെയിൻ നിവാസികൾക്കിടയിലുള്ള സിനാഅത്തൈൻ എന്നറിയപ്പെടുന്ന ആരാണ്? അമീറു സിനാഅത്തൈൻ എന്നറിയപ്പെടുന്നതാരാണ്? ഇബ്നു സെയ്ദൂൻ ആണോ, ഇബ്നു ഹസം ആണോ, ഇബ്നു തുഫൈൽ ആണോ, ഇബ്നു ഷുഹൈദ് ആണോ? ആരാണ്? പെട്ടെന്ന് ആൻസർ ചെയ്യണേ. ഓക്കെ, അപ്പൊ ഒരാള് ആൻസർ ചെയ്തിട്ടുണ്ട്, ശരിയാണ്, ഇബ്നു സെയ്ദൂൻ ആണ്. അന്നഹു സ്വനഅ അശ്അറ വന്നസറ മഅ. കവിതയെയും ഗദ്യത്തെയും ഉണ്ടാക്കിയ ആള് എന്നാണ് അമീറു സിനാഅത്തൈൻ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വനഅ ബിശ്ശിഅരി വന്നസറാണ് കേട്ടോ. അപ്പൊ അമീറു സിനാഅത്തൈൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് ഇബ്നു സെയ്ദൂൻ ആണ് എന്നുള്ളതാണ്. മനില്ലദി ലുക്കിബ ബി മുത്തനബ്ബിൽ ഗർബ് ബൈന ശുഅറാഇൽ മദ്കൂരീന അദ്നാഹു. മുത്തനബ്ബിൽ ഗർബ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഇബ്നു ഹാനി ആണോ, ഇബ്നു ദർറാജ് ആണോ, ഇബ്നു സെയ്ദൂൻ ആണോ, ഇബ്നു ഖഫാജയാണോ? ഓക്കെ, നമുക്ക് നോക്കാം. ഇബ്നു ഹാനി അൽ അൻദുലുസിയാണ്. ഇബ്നു ഹാനിയെ അറിയപ്പെടുന്നത് മുത്തനബ്ബിൽ ഗർബ് എന്നും, ഇബ്നു സെയ്ദൂൻ അറിയപ്പെടുന്നത് ബുഹ്തരി അൽ ഗർബ് എന്നും, ഇബ്നു ദർറാജ് അൽ കസ്തലി അറിയപ്പെടുന്നത് മുത്തനബ്ബി അൽ മഗ്രിബ് എന്നാണ്. അപ്പൊ ഇബ്നു ഹാനിയെ മുത്തനബ്ബിൽ ഗർബ് എന്നും, ഇബ്നു ദർറാജ് അൽ കസ്തലിയെ മുത്തനബ്ബിൽ മഗ്രിബ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടും മാറിപ്പോകരുത്, സിമിലാരിറ്റി ഉള്ളതാണ്. പല എക്സാമുകൾക്കും പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഇതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പഠിച്ചു വെച്ചുകൊണ്ട്
പരീക്ഷയുടെ രാവിലെ നോക്കിയിട്ട് എക്സാം ഹാളിലെത്തി തെറ്റിച്ചൊരു ചോദ്യമാണ്. ഇത് വരാം എന്നൊരു ചെറിയൊരു ഓർമ്മ ഉണ്ടായിരുന്നു. 2019 എക്സാമിലല്ല ഇത് വന്നത്, 2023 ഒരു എക്സാമിന് ഇതേപോലെ ചോദ്യം വന്നിരുന്നു. ഒരു ഡിസംബർ എക്സാമിന് എന്തോ ആണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ പരീക്ഷ ഹാളിൽ എത്തിയ സമയത്ത് എന്ത് ചെയ്തു, തെറ്റിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാവുള്ളൂ. നമ്മൾ വിചാരിക്കും സിമ്പിൾ ആണെന്ന് വിചാരിക്കും, പക്ഷെ പരീക്ഷ ഹാളിൽ എത്തുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഒന്നുകൂടി നോക്കുക. ഇബ്നു ഹാനി മുത്തനബിൽ ഗർബ്, ഇബ്നു സയ്യിദുൻ ബുഹ്തരിൽ ഗർബ്, ഇബ്നു ദർറാജ് മുത്തനബിൽ മഗ്രിബ്, പരസ്പരം മാറാതെ ശ്രമിക്കുക. റിസാലത്തുൽ ജദ്ദിയ ദാരുടെ ഗ്രന്ഥമാണ്. നമുക്കറിയാം, വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലായി കേട്ടോ. ജാഹിദ്, അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്, ഇബ്നു തുഫൈല്, ഇബ്നു സയ്യിദുൻ. ഓക്കെ, റിസാലത്തുൽ ജദ്ദിയ എന്ന് പറഞ്ഞാൽ റിസാലത്തുൽ ഇസ്തിഅ്താഫ് ആണ് അല്ലെ. കതബ ഇല അബുൽ ഹസൻ ഇബ്നു ജഹൂർ, അബുൽ ഹസൻ ഇബ്നു ജഹൂറിലേക്ക് ഇബ്നു സയ്യിദൂൻ എഴുതിയുള്ള എന്താണ് ഒരു റിസാലത്തുൽ ഇസ്തിഅ്താഫ് ആണ് എന്ത് റിസാലത്തുൽ ജദ്ദിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇബ്നു ശുഹൈദ് അൽ അൻദലുസി ഹുവ മുഅല്ലിഫു കിതാബുൻ ഫീ. അദ്ദേഹം ഏത് ഗ്രന്ഥത്തിലാണ് പ്രശസ്തനാകുന്നത്? ഹയ്യ് ഇബ്നു യഖ്ലാനിലാണോ, റിസാലത്തു അത്തദ്വീരി വത്തർബീഇലാണോ, അത്തവാബിഉ വസ്സവാബിലാണോ, റിസാലത്തുൽ ഹസ്ലിയയിലാണോ? ഓക്കെ, ഇബ്നു ശുഹൈദ് പ്രശസ്തനാകുന്നത് ഏതിലാണ്? അത്തവാബിഉ വസ്സവാബിഉ എന്നുള്ളതാണ്. തദ്വീർ വത്തർബീഉ എന്നുള്ളത് ആരുടേതാണ്? അങ്ങനെ ഒരു ഗ്രന്ഥമില്ല. തദ്ബീർ തദ്ഈറാണ്. അത് നമ്മുടെ ആരുടെയാണ്? നമ്മുടെ ജാഹിദിന്റെയാണ്. ഹയ്യ് ഇബ്നു യഖ്ലാൻ ഇബ്നു തുഫൈലിന്റെയാണ്. റിസാലത്തുൽ ഹസ്ലിയ ഇബ്നു സയ്യിദൂന്റെയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇതൊക്കെ ഓർത്തു വെക്കുക. 2020 ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ആലജ മിഖാഇ നഈമ ഫി മസ്റഹിയതിഹി. അതായത് മിഖാഇ നഈമയുടെ നാടകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ഖളിയത്ത് സിറാഇ മാ ബൈനൽ ഖദീമത്തി വൽ ജദീദ. പൗരാണികവുമായിട്ടുള്ളതിന്റെയും പുതുമയാർന്നിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള പരസ്പര കോൺഫ്ലിക്റ്റിന്റെ വിഷയങ്ങളാണോ? അൽ ഖളായ അൽ ഫിൽസഫിയ, ഫിലോസഫിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളാണോ? ഖളായ അൽ മർഅത്തുൽ മുസല്ലമ, മുസ്ലിം സ്ത്രീകളുടെ വിഷയങ്ങളാണോ? അൽ ഖളായ അൽ അദബിയ, സാഹിത്യ വിഷയങ്ങളാണോ? എന്താണ് അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക? പെട്ടെന്ന് ആൻസർ ചെയ്യണം. ഒരാൾ മാത്രമാണ് ആൻസർ ചെയ്തിട്ടുള്ളത്. ശരി, നമുക്ക് ഉത്തരം നോക്കാം. ഖളയത്തുൻ സിറാഅ മാ ബൈനൽ ഖദീമ വൽ ജദീദ എന്നുള്ളതാണ്. ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹന്ന ഫാഹൂരി എന്ത് ചെയ്യുന്നുണ്ട്? അൽ ആബാ വൽ ബനൂൻ എന്ന് പറയുന്ന നാടകത്തെ പറ്റി, ഓക്കെ, ആ നാടകത്തെ പറ്റി പറയുന്നിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ നാടകം എന്ന് പറയുന്ന അൽ ആബാ വൽ ബനീൻ അല്ലെ ബനൂൻ എന്ന് പറയുന്ന നാടകം എന്താണ്? ഖളിയത്തു സിറാഅ മാ ബൈന ദിഹ്നിയത്തുൽ ഖദീമ വ ദിഹ്നിയത്തുൽ ജദീദ. അതായത് പഴയ കാലഘട്ടത്തിലുള്ളയും പുതിയ കാലഘട്ടത്തിലുള്ള എന്താണ് പ്രശ്നങ്ങളെ പറ്റി പറയാണ്. അതായത് ഖാമ ഇല്യാസ് തആറള സിവാജ് ഇബ്നതിഹ സീന മിൻ റജുലിൻ ഇഖ്താറതിഹി ഫി ബിമഅസലിൻ അൻ ഉമ്മിഹ വറുയതിഹി വഅഖൂഹ ഇല്യാസ് ലാ യഅബന ലിമഅറലതി വലദ. അതായത് ഇതിന്റെ അകത്ത് ഇല്യാസ് എന്ന് പറയുന്ന ഒരാളെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. ആ നോവൽ കംപ്ലീറ്റ് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാവുള്ളൂ. അതായത് ഇല്യാസ് എന്ത് ചെയ്യുന്നുണ്ട്? തന്റെ മകളെ എന്ത് ചെയ്യുന്നു? തന്റെ മകൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഭംഗിയുള്ള ഒരു പുരുഷനെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കാണ്. പക്ഷെ അവൾക്ക് അത് ഇഷ്ടമല്ല. അങ്ങനെ അതൊരു പിന്നീട് പ്രശ്നത്തിലൊക്കെ കടക്കുന്ന ഒരു സംഭവമാണ് ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള, അതായത് ഇപ്പോഴത്തെ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞുതരാൻ എന്താണ്, നമുക്കറിയാലോ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് കുര്യത്തിനും തസാമുഹിനൊക്കെ എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഈ എന്താണ് സാമൂഹിക മൂല്യങ്ങളും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ധാർഷ്ട്യങ്ങളുമായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് നമ്മൾ, അതിൻ്റെ അകത്ത് മൂല്യമുണ്ട്, അതാണ് ശരി നമ്മൾ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, കുറച്ചുകൂടി ഫ്രണ്ട്ലി മോഡിലാണ് എല്ലാവരും ചർച്ച ചെയ്യാറുള്ള ആ ഒരു വിഷയമാണ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഡീപ്പായിട്ടൊക്കെ ഇന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഗ്രന്ഥങ്ങൾ വായിക്കണം. അദീബൻ അന്ദലുസിയൻ വ ഫൈലസൂഫുൻ ഉലിദ സന
506 ഹിജറ. വൈസ്തകല ബിത്തിബി ഫി കർണാത്ത. 506 ഹിജറയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഒരു ഫിലോസഫറാണ്, അദ്ദേഹം സാഹിത്യകാരനാണ്. അദ്ദേഹം ഡോക്ടർ ആയിരുന്നു, കാനഡയിലെ ഡോക്ടർ ആയിരുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് ഡോക്ടർ ആയി നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടും. ആരാണ്? ഓക്കെ, ഇബ്നു തുഫൈലാണ്. ആരാണ്? ഇബ്നു തുഫൈലാണ്. ഇബ്നു തുഫൈലാണ്. ഓക്കെ, ഇബ്നു തുഫൈലിനെ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആക്കാം. ഇനി ശ്രദ്ധിച്ച് അടുത്ത് നോക്കുക. ഇഖ്തറൽ ഇജാബാത്തുൻ സ്വഹീഹത്തുൻ മഅ ഇസ്തിഖ്ദാമി ശുഫ്ര. അദീബുൽ ലുബ്നാനിയുൽ കബീറുൻ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ റഹല ഇല അമേരിക്ക 1890. അമേരിക്കയിലേക്ക് ജിബ്രാൻ പോകുന്നത്. ഇല്യ അബു മാദി വമിൻ അലായി റാബിത്ത് കലമിയ അസ്തറ മജലത്ത് സമീർ. റാബിത്ത് കലമിയുടെ മെമ്പറാണ് ഇല്യ അബു മാദി. അദ്ദേഹം ആ സമീർ പത്രം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗർബാലിന്റെ നക്കതാണ്. ഇല്യാസ് ഫർവാത്താണ് എന്ത് ചെയ്യുന്നത്? അൽ ഫുനൂൻ സ്ഥാപിക്കുന്നത്. ഇതിന്റെ അകത്ത് ശരിയായോ തെരഞ്ഞെടുക്കണേ. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ ബിയും സിയുമാണ് ശരിയായ വരിക. ഓക്കെ, ജിബ്രാൻ ഏത് വർഷമാണ് അമേരിക്കയിലേക്ക് പോകുന്നത്? നിങ്ങളൊന്ന് ഇന്ററാക്റ്റീവ് ആണ്, വോയിസ് ഒക്കെ ഒന്ന് ഓണാക്കി ഒന്ന് ഇന്ററാക്റ്റീവ് ആവണം, അല്ലെങ്കിൽ ബോറാവും. ഏത് വർഷമാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത്? ബോസ്റ്റണിലേക്ക് 1895-ലാണ്. 1895-ലാണ്. ഓക്കെ, പിന്നെ ഗർബാൽ എന്ന് പറയുന്നത് നക്കത് തന്നെയാണ്. ഇല്യാസ് ഫർഹാത്ത് അല്ല സ്ഥാപിക്കുന്ന അൽ ഫുനൂൻ. അൽ ഫുനൂൻ ആരുടെയാണ്? നസീബ് അലിയുടെയാണ്. ഓക്കെ, ലൈസ മിൻ അഅ്മാൽ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അൽ അജ്നിഹത്തുൽ മുതകസ്സിറ ഫി മഹബ്ബി ദീഹ് അൽ മ്യൂസിക് അൽ അവാത്തിഫ് എന്നായിരുന്നു ഇതിൻ്റെ അകത്തുള്ള. അൽ അവാസിഫ് എന്നുള്ളതാണ് ശരി. ഓക്കെ, അവാത്തിഫ് എന്ന് കൊടുത്തതാണ്, അവാസിഫ് എന്ന് വായിക്കാം. ഏതാണ് ജിബ്രാന്റെ പുസ്തകങ്ങളിൽ പെടാത്തത്? ക്വസ്റ്റ്യന്റെ അകത്ത് തെറ്റൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, നമ്മൾ ചിലതൊക്കെ ശരിയാക്കി വായിക്കണം. ജിബ്രാന്റേത് അല്ലാത്തതാണ്, ആണെന്നുള്ളതല്ല, അല്ലാത്തത്. ഓക്കെ, ഫി മഹബ്ബി ദീഹ് എന്നുള്ളതാണ്. ഫി മഹബ്ബി ദീഹ് എന്നുള്ളതാണ്. അത് ആരുടെയാണ് ഫി മഹബ്ബി ദീഹ്? അല്ല, മിഖായിൽ നൈമയുടെ. മിഖായിൽ നൈമയുടെയാണ് ഫി മഹബ്ബി ദീഹ്. Given below are two statements. ഇമാം സജ്ജാലൈനി ഇബ്നു ഖസ്മാൻ. ഇബ്നു ഖസ്മാൻ ആണത് ഇമാം സജ്ജാലൈനി എന്നറിയപ്പെടുന്നത്. എന്നിട്ട് പറയാണ് അബൂബക്കർ ബിൻ സുഹൈർ ആണ് ഇമാം സജ്ജാലൈനി എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ശരിയായ തന്നെ എടുക്കണം. രണ്ടും ശരിയാണോ, രണ്ടും തെറ്റാണോ? ഒന്ന് ശരി, രണ്ട് തെറ്റാണോ? ഒന്ന് ഇൻകറക്റ്റും രണ്ട് ട്രൂ ആണോ? ഓക്കെ, കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ശരി വരിക. സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശരിയാണ്. അബൂബക്കർ ബിൻ ഖസ്മാനെയാണ് എന്ത് ഇമാം സജ്ജാലൈനി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അബൂബക്കർ ബിൻ സുഹൈർ അല്ല, സഹർ അല്ല, സുഹൈർ ആണ് കേട്ടോ. അഷ്ഹറു സജ്ജാൽ, പ്രശസ്തരായിട്ടുള്ള സജ്ജാലിൽ പെട്ട വ്യക്തികളാണ് അബൂബക്കർ ബിൻ ഖസ്മാൻ, മുദ്ഗലീസ്, ഉംർ ബിൻ ലാഹിർ അൽ ഇഷ്ബീലി, അബുൽ ഹസൻ മസറുദ്ദാത്തി, അബൂബക്കർ മർത്തീഫ്, ഇബ്രാഹിം ബിൻ സുഹൈൽ, അബുൽ ഹസൻ ഷഷ്തരി, അബു അബ്ദുല്ല ലൗഷി. ഇത്രയും വ്യക്തികൾ പ്രധാനപ്പെട്ട സജ്ജിലുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്. താഴ്ത്തന്നിരിക്കുന്നവർ തെറ്റായവ തന്നെ എടുക്കണം. അൽ ആബാഉ വൽ ബനൂൻ മിഖാഇ നഈമ, സിംസാമ നസീബ് ഉലൈള, ഖമാഇൽ ഇല്യ അബു മാദി, ജദാവിൽ റഷീദ് അയ്യൂബ്. ഏതാണ് തെറ്റാ വരിക? ഓപ്ഷൻ
ഓപ്ഷൻ ഡി തന്നെയാണ്. എന്താ, ജദാബിൽ എന്ന് പറയുന്നത് ആരുടെ തന്നെയാണ്? ഈലിയ അബുമാദി എന്ന ഹമായിലും ഈലിയ അബുമാദിയാണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഉലിത 506 ആഫ്റ്റർ ഹിജറ എന്നാണ്. ഹിജറയ്ക്ക് ശേഷം 506, അതാണ് AH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഉത്തരം പെട്ടെന്ന് നിങ്ങൾ ആൻസർ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. കൺഫ്യൂഷൻ ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ അതായത് ഇബ്നു ഷുഹൈദ് 372-ലും അതുപോലെ തന്നെ ഇബ്നു തുഫൈല് 506-ലും ഇബ്നു ഹസം 384-ലും ഇബ്നു ഹാനി 326-ലുമാണ് എന്ത് ജനിക്കുന്നത്. ഓക്കെ, ഇത് ജനന വർഷങ്ങളാണ്, മരണവർഷങ്ങളല്ല. നിർബന്ധമായിട്ട് ഇതൊക്കെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക എന്നുള്ളതാണ്. റത്തിബുൽ ഉദബ ഷുഅറാഉൽ മദ്കൂരിയൻ അദ്ന ഹസ്ബ് തവാരീഹി വഫാത്തിഹിം, മരണത്തിന്റെ ഓർഡർ അനുസരിച്ച് കൊണ്ട് ഓർഡർ ആക്കുക. ജിബ്രാന്, മീഹായ, നഈമ, നസീബ, ഉരൈള, ഈലി, അബൂമാദി. എങ്ങനെ വരും? ആദ്യം മരിക്കുന്നത് ആരാ ഇതില്? അത് ഓക്കെയാണ്. അപ്പൊ ഓപ്ഷൻ എയോ ബിയോ ആണ്. രണ്ടാമത് മരിക്കുന്നത് മീഹായി, നഈമയാണോ ഇല്യാസ് ഫറാത്താണോ അല്ല നസീബ് അരിയതാണോ? ഇവർ രണ്ടുമല്ല ആദ്യം മരിക്കുന്ന ആരാ? മീഹായിലും നസീബ് അരിയതയിലും ആദ്യം മരിക്കുന്ന ആരാ? മീഖായിലാണ് ലാസ്റ്റ് മരിക്കുന്നത്. അപ്പൊ ആരായിരിക്കും? ഇവർ രണ്ടുമല്ല നസീബ് അരിയതായിരിക്കൂലേ ആദ്യം മരിക്കുക അങ്ങനെയാണെങ്കിൽ? അപ്പൊ ഏത് ഓപ്ഷൻ ശരിയാവണം? ഓപ്ഷൻ ബി ശരിയാവണം. കണ്ടോ, നമുക്കിവിടെ ഞാൻ ഉപയോഗിച്ച മെത്തേഡ് മനസ്സിലായോ? നമുക്കറിയാവുന്ന കാര്യം മാത്രം ചിന്തിക്കാവുള്ളൂ. നമുക്ക് ഒരു കാര്യം അറിയാം, ആദ്യം ജനിച്ച വ്യക്തി റഷീദ് അയ്യൂബാണ്, എന്നാൽ ആദ്യം മരിച്ച വ്യക്തി ജിബ്രാനാണ്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ എ ഫസ്റ്റ് വരുള്ളൂ. രണ്ടാമത് നോക്കുക, മീഹായ, നഈമ, ഈലിയ അബൂമാദി, നസീബ് അരിയള. ഓക്കെ, അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കറിയാം മീഹായി, നഈമയാണ് ഏറ്റവും അവസാനം മരിക്കണേന്നറിയാം. അപ്പോ ഏറ്റവും തുടക്കം മരിക്കുന്ന ആളെ അറിയാം, ഏറ്റവും അവസാനം മരിക്കുന്ന ആളെ അറിയാം. നോക്കുമ്പോ എയും ബിയും ലാസ്റ്റ് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ ബി ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പിന്നീട് മനസ്സിലാവും നസീബ് അരിയള മരണപ്പെട്ടതിന് ശേഷമാണ് ഈലിയ അബൂമാദി 1957 മരണപ്പെടുന്നത് എന്നുള്ളത്. ഓക്കെ, ആ വർഷങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാൻ പറഞ്ഞ കാര്യം ഇതാണ്. നസീബ് അരിയള ഹാജറ ഇല ന്യൂയോർക്കിലേക്ക് ഏത് വർഷമാണ് നസീബ് അരിയള ഹിജറ പോയത്? ഞാൻ പറഞ്ഞു, മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുന്ന ആദ്യ സെക്ഷനിൽ തന്നെ പറഞ്ഞതാണ്. എപ്പോഴാണ് പോയത്? 1905-ലാണ്. അദ്ദേഹത്തിന് 17 വയസ്സ് പ്രായമുള്ള സമയത്താണ് പോകുന്നത്. ഓക്കെ, പിന്നെ സഖാഫ വൽ ഹളാറത്ത് ഇസ്ദഹറത്തുൽ ബിൽ അൻദുലുസ് ഖാസത്തൻ ഫി ദൗലത്തി, അതായത് ഈ സ്പെയിനിലെ സാംസ്കാരിക ഒരു പൈതൃകം വളരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? അബ്ദുറഹ്മാൻ ദാഖിലിന്റെ ആണോ, അബ്ദുറഹ്മാൻ അൽ ഔസത്തിന്റെ ആണോ, ഹുക്മുർ റളയുടെ ആണോ, ഇബ്നു അബി ആമിറിന്റെ ആണോ? ഓക്കെ, ആരുടെ കാലഘട്ടത്തിലാണ്? ഓക്കെ, അബ്ദുറഹ്മാൻ ദാഖിലിന്റെ കാലഘട്ടത്തിലാണ് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഉത്തരം അബ്ദുറഹ്മാൻ അൽ ഔസത്തിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ മനസ്സിലുള്ളത് അബ്ദുറഹ്മാൻ ദാഖിലല്ലേ? അല്ലെ, മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞ ആള് അബ്ദുറഹ്മാൻ ദാഖിലല്ലേ? അല്ലേ? മുഅസ്സിസുദ് ദൗലത്തുൽ അമവിയ്യ ഫിൽ അൻദുലുസ്. യെസ്, അത് ഞാനും അങ്ങനെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷെ കേൾക്കാത്തൊരു പേരാണ് അബ്ദുറഹ്മാൻ അൽ ഔസത്ത് എന്ന് പറയുന്നത്. നമ്മൾ കേൾക്കാത്തത് കാര്യം കൊണ്ട് അത് ഇല്ല എന്നർത്ഥമില്ലല്ലോ. ഓക്കെ, അപ്പം എന്തായിരുന്നു അബ്ദുറഹ്മാൻ അൽ ഔസത്തിന്റെ കാലഘട്ടം നമുക്ക് പറയാം. ഹുക്മി അബ്ദുറഹ്മാൻ അൽ ഔസത്ത് ബിൻ ഹക്കം മുൻ സനത്ത് 106 ഇല 138 ഹിജ്രിയ മിനൽ ഹിജ്റ. ഹിജ്റ 206 മുതൽ 238 വരെ ഭരണം നടത്തിയ വ്യക്തിയാണ് അബ്ദുറഹ്മാൻ അൽ ഔസത്ത് എന്ന് പറയുന്നത്. ഇസ്തമറ ഹുക്മിഹി ആഖിരി അഹദൽ ഖുവ ഫി അഹദൽ ഇമാറത്തിൽ അമവിയ്യ, ഉമവി ഭരണത്തിന്റെ അവസാന കാലഘട്ടം വരെയുമുള്ള ഒരു ശക്തിയായ ഭരണമായിരുന്നു അബ്ദുറഹ്മാൻ അൽ ഔസത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ പരിഗണിക്കുന്നതാണ് ഫിത്രത്തിൻ ജദീദത്തിൻ ജദീദ ജിദ്ദ ഫി താരിഖുൽ അൻദുലസ്, സ്പെയിൻ ഇസ്ലാമിക കാലഘട്ടത്തിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടമായി തന്നെ പരിഗണിക്കുന്നുണ്ട്.
വഖദ് ഇസ്തഅനഫൽ ജിഹാദ് മിൻ ജദീദിൻ വദ്ദ നസാറ ഫി ഷിമാൽ. വടക്കേ ആഫ്രിക്കയിലുള്ള എന്താണ് നസ്രാനികൾക്ക് അഥവാ ക്രൈസ്തവർക്കെതിരെ പുതിയ ഒരു എന്താണ് പിടിച്ചടക്കൽ ഉണ്ടായിട്ടുണ്ട്, അഥവാ അവരെയൊക്കെ പിടിച്ചടക്കി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ എന്താണ് 3 രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന് വിജയിക്കുന്നത്. ഒന്ന്, ഇസ്ദാർ അൽ അദാർത്തുൽ ഇൽമിയ ഫി ബിലാദുൽ അൻദലൂസ്, സ്പെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്, വൈജ്ഞാനിക വിപ്ലവം ഉണ്ടാകുന്നത് ഇക്കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ ഇഹ്തിമാമതു ഷദീദ് ബിൽ ഹദാറത്തുൽ ഉമറാനിയ വൽ ഇഖ്തിസാദിയ, തന്റെ രാജ്യത്തിന്റെ സാമ്പത്തികവും അതേപോലെ തന്നെ എന്താണ് ഡെവലപ്മെന്റ്. ഇന്ന് നമുക്കറിയാലോ ഇന്ത്യയുടെ റോഡ്മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരിയെ പോലെ എന്താണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലൊക്കെ ഇദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു സ്പെയിനിലെ. അതേപോലെ തന്നെ നൂർമൻ, ഇദ്ദേഹം ഇതേ പറയുന്ന ഫായങ്ക് അതുപോലെ തന്നെ നോർമൻ പോലത്തുള്ള യുദ്ധങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. വഹും ഇസ്കന്ദർ ഫാന ഫിദാലിക്കൽ വഖത്ത്, ഈ പറയുന്ന ഇസ്കന്ദനഫിയ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആൾക്കാരുമായി നടന്നിട്ടുള്ള യുദ്ധത്തിലാണ്. അങ്ങനെ ഡെൻമാർക്കും നോറഞ്ചും ഫളൻലെയും സൂയിഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇസ്ലാമിക സ്പെയിന്റെ കീഴിലേക്ക് വരുന്നുണ്ട് എന്നാണ് നമുക്ക് ചരിത്രം മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ അൽ ഔസത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഭരണ നേട്ടങ്ങളായിരുന്നു എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം, ഷായിറുൻ ലുബ്നാനിയുൻ കബീറുൻ ഉലിദ ഫീ കഫർ ഷീമ വതദറബ അലാ ബഅദ് അൽ മിഹ്നുൽ യദവിയ കന്നജാറ വകാന ഫീ സിന്നത്തുൽ ആശറ, തന്റെ 10ാമത്തെ വയസ്സിൽ തന്റെ എന്താണ് ചില കൈപ്പണികളാൽ പ്രശസ്തനായ വ്യക്തിയാണ്. കഫർ ഷീമയിലാണ് ജനിക്കുന്നത്. ആരാണ്? ഇലിയാസ് ഫർഹാത്ത്, റഷീദ് സലീം ഖൂരി, നസീബ് അരീല, മീഷാൽ മാലൂഫ്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ്, അദ്ദേഹത്തെ പറ്റി ഒരു ചോദ്യം വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇത് ഇലിയാസ് ഫർഹാത്താണ്. ഇനി ഹംദൂന ബിൻത് സിയാദ് നശ്അത്ത് ഫി വാദിൻ ജബീൽ ഖരീബ് മിൻ, ഹംദൂന ബിൻത് സിയാദ് വളരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു താഴ്വരയിലാണ്. ആ താഴ്വര ഏത് സമീപത്താണ്, ഏത് നഗരത്തിന് സമീപമാണ്? ഇഷ്ബീലിയക്കാണോ, ഒർണാത്തയാണോ, കുർദുബയാണോ, ബത്യാസയാണോ? ഓക്കെ, കറക്റ്റ് ആണ്. ഗ്രാനഡയ്ക്ക് സമീപമാണ്. അടുത്തത്, ഇസ്ദഹറത് അൽ മുബശ്ശഹാത്ത് ഫിൽ അൻദുലുസ് ലിഇത്തിസാഇൻ മുവജ്ജത്തി. ഇസ്ദഹറത് അൽ മുബശ്ശഹാത്ത് ഡെവലപ്പ് ചെയ്യുന്നത് ഫിൽ അൻദുലുസ് സ്പെയിനില് ലിഇത്തിസാഇൻ മുവജ്ജ. എന്താണ് ഒരു മുവജ്ജത്ത് എന്ന് വെച്ചാൽ നമ്മൾ പറയണല്ലോ ഈ പ്രതിധ്വനികള് അല്ലെങ്കിൽ ആ ഒരു അട്ടഹാസങ്ങൾ എന്നൊക്കെ പറയൂലേ, അതെന്തിന്റെ വ്യാപ്തി കൊണ്ടാണെന്ന് ചുരുക്കം പറഞ്ഞാൽ അൽ സിയാസി പൊളിറ്റിക്കൽ പ്രോബ്ലംസ് കൊണ്ടാണോ, അത് മ്യൂസിക് സംഗീതവും അതേപോലെ തന്നെ മ്യൂസിക്കുമാണോ, അത്തഅസ്സിബുൽ ഇർക്കി ഗ്രൂപ്പിസമാണോ, അൽ ഇസ്തിഹാർ ഇൽമി എന്താണ് വൈജ്ഞാനിക വികാസങ്ങൾ കൊണ്ടാണോ? എന്തുകൊണ്ടാണ് മുബശ്ശഹാത്ത് അവിടെ ഡെവലപ്പ് ചെയ്തത്? ഓക്കെ, വെരി ഗുഡ്. അൽ ഖിനാ വൽ മ്യൂസിക് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇത് നമ്മുടെ ഷൗക്കി റൈഫിലും അതേപോലെ തന്നെ ഉമർ ഫറൂഖിലൊക്കെ പറയുന്നുണ്ട്. അൽ മുവശ്ശഹാത്ത് ഇദ നശ്അത്ത് മിൻ ഹാജത്തുൽ മുഗന്നിയിന ഇലാ കലാമിൻ യുസായിരിന ബിഹിൽ അൽഹാൻ. അവിടെ ഉമർ ഫറൂഖ് പറയാണ്, അൽ മുവശ്ശഹാത്തു ഇദ നശ്അത്ത് മിൻ ഹാജത്തുൽ മുഗന്നിയിൻ, പാട്ടുകാരുടെ ആവശ്യം കൊണ്ടാണ് അത് വളരുന്നത്. ഇലാ കലാമിൻ യസായിര ബിനൽ അൽഹാൻ, അത് രാഗങ്ങളായി മാറുന്നുണ്ട്. എന്നാൽ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ എന്താണ് ഷൗക്കി റൈഫ് പറയാണ്, വയളിന്നു അന്നഹു കാന ഇലിത്തിസാഇൻ മവജ്ജത്തൽ ഖനാഇ വൽ മ്യൂസികി മുൻദു സിരിയാബ് ഫി അഹദി അബ്ദുറഹ്മാൻ അൽ ഔസത്ത് അലാ നഹ്വി മാ യമറുന ബിൽ ഫസ്ലിൽ അവ്വലി അസറുൻ കബീറുൻ ഫി നശൂഇൽ മുവശ്ശഹ ബിഖസദിൽ ഖനാഇ ബിഹാ മഅൽ ആസിഫീൻ എന്ന് തന്നെ പറയാണ്. കണ്ടോ, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ കൂടെ ഞാൻ പറഞ്ഞു പോകുന്നതെല്ലാം. നിർബന്ധം നിങ്ങൾ ഉമ്മഹാത്തുൽ കുത്തുബ് വായിക്കണം എന്ന് പറഞ്ഞ ഇതുകൊണ്ടായിരുന്നു. അടുത്തൊരു ചോദ്യം, അൻഷ അശ്ശാഇറുൽ അറബി ഫി മജല്ലത്തി അസ്സമീർ, 1929 അസ്സമീർ എന്ന് പറയുന്ന മജല്ല പബ്ലിഷ് ചെയ്തിട്ടുള്ള അറബി കവി ആരാണ്? ജിബ്രാനാണോ, ഫൗസി മഅലൂഫാണോ, ഈലി അബുമാദിയാണോ, നജീബ് മൂസ തയ്യാബാണോ?
ആരാണ് സമീർ എന്ന് പറയാൻ 1929 ആരാണ്? അത് ഇലിയ അബു മാലിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ അബ്ദുറഹ്മാൻ അൽ ഔസത്തിന്റെ കാലഘട്ടത്തിലെ അബ്ദുറഹ്മാൻ അൽ ഔസത്തിന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാം. 2-3 ഗവേഷണങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടം നടന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. കല്ലുകളിൽ നിന്ന് ഗ്ലാസിനെ കണ്ടെത്തുന്ന ആരുടെയാണ്? കല്ലുകളിൽ നിന്ന് പ്രതലുണ്ടല്ലോ, കല്ലിന്റെ പ്രതലത്തിൽ നിന്ന് ഗ്ലാസിനെ കണ്ടെത്തുന്ന ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ അബ്ബാസ് ബിൻ ഫർസാൻ ആയിരുന്നു ലോകത്ത് ആദ്യമായിട്ട് വിമാന പരീക്ഷണം നടത്തിയത്. ആരാണ്? അബ്ബാസ് ബിൻ ഫർസാൻ. ഇത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഈ ക്ലോക്കില്ലേ, ക്ലോക്ക് പോലത്തെ ആദ്യത്തെ സമയം നിർണ്ണയിക്കാനുള്ള ഉപകരണം, ഇസ്ലാമിക ലോകത്ത് ആദ്യമായിട്ട് സമയം നിർണ്ണയിക്കാനുള്ള ഉപകരണം കണ്ടെത്തുന്നത് ഈ അബ്ദുറഹ്മാൻ അൽ ഔസത്തിന്റെ കാലഘട്ടത്തിൽ. ഇത് 3 അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. അത് പറയാൻ വിട്ടുപോയതാണ്, കൂട്ടിച്ചേർക്കുകയാണ്, ഓർത്തിരിക്കാം. ഇനി നശറ മീഖാഇ നഈമ കിതാബൈനി ഫിൽ മഹ്ജർ. അദ്ദേഹം 2 ഗ്രന്ഥങ്ങൾ മാത്രമാണ് മെഹ്ജറിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ലാബാ വൽ ഗർബൽ, ഹംസുൽ ജഫൂൻ വൽ മറാഹിൽ, അൽ മറാഹിൽ വ മുദക്കറാത്തുൽ അർകശ്, സാദൽ മആദ്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ഏതാണ്? പെട്ടെന്നാവട്ടെ, നമുക്ക് ഇനി അടുത്ത സെഷനിലേക്കൊക്കെ പോകാനുള്ളതാണ്. ഇന്ന് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യണം. അദ്ദേഹത്തിന്റെ 21 വർഷം, നമ്മൾ കൃത്യമായി പറയാണ്, 21 വർഷത്തെ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിൽ അദ്ദേഹം എന്തുണ്ട്? അദ്ദേഹം 2 പുസ്തകങ്ങൾ മാത്രമാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ലാബാ വൽ ബനൂൻ 1917-ലും, ഖുർബാൻ 1923-ലും. അദ്ദേഹം തന്റെ ലെബനാനിലേക്ക് മടങ്ങി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും എഴുതുന്നത് എന്നുള്ളതാണ്. ഇനി മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അൻഷുദത്തുൽ മത്തറെ, അഗാനി ദർവേഷ്, ജദാവിൽ, ലാമിദ് സുലാസ്. ഓക്കെ, ഇപ്പൊ എന്റെ അൻഷുദത്ത് മത്തർ എന്ന് പറയുന്നത് റഷീദ് സലീം ഖൂരിയുടെ ഗ്രന്ഥമാണ് അത്. ലാമിദ് സുലാസ് എന്നുള്ളത് ഈലിയ അബുമാലിയാണ് ജദാവിൽ രചിക്കുന്നത്. അതേപോലെ തന്നെ ബദർ ഷാക്കിർ സിയാബിന്റെയാണ് അൻഷൂദത്തുൽ മത്തർ എന്നുള്ളത്. റഷീദ് അയ്യൂബിന്റെയാണ് അഗാനി ദർവേഷ് എന്നുള്ളത്. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നോക്കുക, അടുത്തൊരു ചോദ്യമാണ്. ഉലിദ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഫി ഹിദ ഖറ ഷിമാൽ ലബ്നാൻ വഅബൂഹു കാന യർഅൽ മവാഷി. അദ്ദേഹം എന്താണ്? ലബനാനിലെ ഒരു ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ആട്ടിടയനായിരുന്നു. വകാന അബൂഹു ലാ യുഖയ്യിമു വസ്നൻ ലിൽ അലാഖാത്തുൽ ഉസ്രിയ. അദ്ദേഹത്തിന് കുടുംബ ബന്ധങ്ങളൊന്നും എന്താണ് പൂർത്തിയാക്കിയിരുന്ന അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളൊന്നും ഉറപ്പിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. വലാ യഹ്തമു ലി സൗജിൻ ഔ വലദിൻ. അതേപോലെ തന്നെ മക്കളെയോ ഭാര്യയെയോ ഒന്നും പരിഗണിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ഇത് ശരിയാണോ? 2 കാര്യങ്ങൾ ശരിയാണോ? അതല്ല 2ഉം തെറ്റാണോ? 1 ശരിയാണ്, അഥവാ അദ്ദേഹത്തിന്റെ ആദ്യം പറഞ്ഞ കാര്യം ശരിയാണ്, 2ാമത്തെ തെറ്റാണ്. 1 തെറ്റാണ്, 2 ശരിയാണ്. ഇത് 2ഉം ശരിയാണ് കേട്ടോ. ഇത് 2ഉം ശരിയാണ്. ജിബ്രാനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം. ഷാഇറുൻ ഷാമിയുൽ അസൽ ഉലിദ ബിഹിംസ് തലക്ക ദുറൂസിഹിൽ ഊല ഫി മദ്രസത്തിൽ റൂസിയത്തിൽ മജാനിയ ബി മദീനത്തിഹി. ഈ പോയിന്റ് കൃത്യമായി പഠിക്കണേ. ഈ പോയിന്റ് വളരെ സ്പെസിഫൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി തൊട്ടടുത്ത് വരാനിരിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. നിർബന്ധം ഇത് പഠിക്കണം. അതുകൊണ്ടാണ് PYക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത് നന്നായി പഠിച്ച ഒരു വ്യക്തിക്ക് അടുത്ത ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം ഒരു ഷാമുകാരനാണ്. അദ്ദേഹം ജനിക്കുന്നത് ഹിംസിലാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹം കരസ്ഥമാക്കുന്നത് തന്റെ നാട്ടില് നടന്നിരുന്ന ഒരു ഫ്രീ റഷ്യൻ സ്കൂളിലായിരുന്നു. സൗജന്യ വിദ്യാഭ്യാസ റഷ്യൻ സ്കൂളിലായിരുന്നു. ഇത് ആരുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. നസീബ് അരികിലയാണ് ശരിയായി വരിക. ഇനി
ഹയ്യിബ്ന് യഖ്ദാൻ എന്ന് പറയുന്ന ഒരു ഫിലോസഫിക് ഗ്രന്ഥമുള്ളത് ആർക്കാണ്? ഇബ്നു ശുഹൈദ്, ഇബ്നു ഹസം, ഇബ്നു തുഫൈൽ, ഇബ്നു അബ്ദുർ റബ്ബ. ഹയ്യിബ്ന് യഖ്ദാൻ ആർക്കാണുള്ളതാണ്? ഇബ്നു തുഫൈലിന്റെയാണ്. ഇബ്നു ശുഹൈദിന്റെ ഏതാണ്? റിസാലത്തു തവാബിഅ വ സവാബിഅ ആണ് ഇബ്നു ശുഹൈദിന്റേത്. ഹയ്യിബ്ന് യഖ്ദാൻ ആരുടേതാണ്? ഇബ്നു തുഫൈലാണ്. ഇബ്നു ഹസമിന്റെ ഏതായിരുന്നു? ഇബ്നു ഹസം അവ്വൽ കിതാബുൻ ഫി ഫന്നിൽ ഹുബ്ബ് ഏതാണ്? നിങ്ങൾ ഇതൊന്നും പഠിച്ചില്ലേ? പരീക്ഷ എടുത്തു. തൂക്കുൽ ഹമാമയാണ്. എന്താണ്? തൂക്കുൽ ഹമാമയാണ്. ഓർക്കുന്നുണ്ടോ? ഹലോ, നിങ്ങളുടെ ഉണ്ടോ എല്ലാരും? വിജയ സാറ്, ജാസ്മിൻ ടീച്ചർ, നിഷ ടീച്ചർ, എല്ലാരും ഉണ്ടോ ഇവിടെ? ഓക്കെ, ഓക്കെ. അടുത്ത ചോദ്യമാണ്. ഇന്ന ഇബ്നു സൈദൂൻ കാന ഷാഇറൻ അന്ദുലുസിയൻ വകാന അബൂഹു ഫഖീഹൻ. അദ്ദേഹത്തിന് ഒരു സ്പെയിൻ കവിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. കാന മിൻ ഹൈഅത്തിൽ ഫുഖഹാഇൽ മുശാവിരീന ലി ഖലീഫത്തുൽ മുസ്തഈൻ. ഖലീഫ മുസ്തഈൻ, ഖലീഫയായിരുന്ന മുസ്തഈൻ ബില്ലയുടെ തന്റെ പിതാവിനെ പറ്റി പറയാൻ കേട്ടോ. കാന മിൻ ഹൈഅത്തിൽ ഫുഖഹാ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ പെട്ട ഒരു ഗ്രൂപ്പ്, കർമ്മശാസ്ത്ര വിദഗ്ധരിൽപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ളതാണ്. മുഷാവറയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? ഇബ്നു സൈദൂന്റെ പിതാവ് എന്ന് പറയാണ്. ഇത് രണ്ടും ശരിയാണോ, രണ്ടും തെറ്റാണോ, ഒന്ന് ശരിയും രണ്ട് തെറ്റുമാണോ, ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണോ എന്നുള്ളതാണ്. ജസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്തോ, ഞാൻ ഇത് പറഞ്ഞുതരാം. ശരി, എയും പറയുന്നുണ്ട്, ഡിയും പറയുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ശരി. ഇത് അദ്ദേഹത്തിന്റെ പിതാവിനെ, അദ്ദേഹത്തെ നമ്മളെ ഇബ്നു സൈദൂനെ പറ്റി ഷൗക്കി ലൈഫ് പറയുന്നുണ്ട്. അബുൽ വലീദ് അഹ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ സൈദൂൻ അൽ മഖ്സൂമി അൽ അന്ദുലുസി ഉലിദ ബി ഖുർത്തുബ ബി ബൈത്തി ഇൽമിൻ വ ഫഖഹി. അദ്ദേഹം ജനിക്കുന്നത് എന്താണ്? ഒരു വൈജ്ഞാനിക കർമ്മശാസ്ത്ര കുടുംബത്തിലാണ്. അബിൻ ഫഖീഹിൻ കാന മിൻ ഹൈഖത്തിൽ ഫുഖഹാഇൽ മശാബിരീൻ ലഹദിൽ ഖലീഫത്തുൽ മുസ്തഈൻ. ഖലീഫയായിരുന്ന മുസ്തഈന്റെ കാലഘട്ടത്തില് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഷൂറയിലുള്ള വ്യക്തിയായിരുന്നു ആര്? അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് പറയാണ്. വകാന ജദ്ദൻ ലി ഉമ്മിഹി സാഹിബുൽ അഹ്കാം ബി ഖുർത്തുബ. അതേപോലെ തന്നെ കൊർദോവയിലെ സാഹിബുൽ അഹ്കാം ആയിരുന്നു ആര്? ജദ്ദിന്റെ ഉമ്മന്റെ ജദ്ദ്. വഹുവ മിൻ ബൈത്തിൻ ഹസ്ബിൻ വ നസീബിൻ വ സിറായിൻ. വളരെ സമ്പത്തും പ്രതാപമുള്ള കുടുംബത്തിൽ പെട്ട വ്യക്തിയാണ് ആര്? ഇബ്നു സൈദൂൻ. وعنا أبوه بتربية إلى أن توفي ولا بعد ينهر من العلوم والمعارف بقرطبة وخاصة من الآداب العربية. അദ്ദേഹത്തിന്റെ പിതാവ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദുമാരുടെ അടുക്കൽ വെക്കുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അറബി സാഹിത്യമൊക്കെ കൊർദോവയിൽ വെച്ച് പഠിക്കുന്നുണ്ട് എന്ന് ചുരുക്കത്തിൽ പറയാം. ഇത് ഇബ്നു സൈദൂനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്? ഷൗക്കി ലൈഫ് പറയുന്നിടത്ത് വന്ന് നേരിട്ട് വന്ന് ചോദിച്ചിട്ടുള്ള ഇബാറത്തുകളാണ്. ഓക്കെ, ഇത് സെപ്റ്റംബർ 2022 ചോദ്യമാണ്. ഇൽമുൻ മിൻ ഇലാമിൽ അദബുൽ അന്ദുലുസ് അല്ലദി ഉലിദ ഫീ ഖുർതുബ വബറഅ ഫിൽ അദബി വനസരി വശിഅറ ഇത്തസല ബി അർബഅതി ഉമറഇ ബനി മർവാൻ വനാല ഇൻദഹും ഖൽവ. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇത് ജനിക്കുന്നത് കൊർദോവയിലാണ്. കൊർദോവയിൽ ജനിക്കുന്ന ഇതിൽ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ഇത് ആരാണെന്ന് നോക്കി കിട്ടും. അദ്ദേഹം സാഹിത്യത്തിലും ഗദ്യത്തിലും കവിതയിലും പ്രശസ്തനാണ്. ബനി മർവാൻ, ബനു മർവാനുകളിൽപ്പെട്ട 4 പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് ഇദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ വളരെ വലിയ അവർക്ക് വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇബ്നു അബ്ദുർ റബ്ബയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അദ്ദേഹം മർവാൻ ബിൻ മുഹമ്മദിന്റെയും മുന്തിറിന്റെയും അതേപോലെ തന്നെ അബ്ദുള്ളയുടെയും അബ്ദുറഹ്മാൻ നാസിറിന്റെയും എന്തായിരുന്നു കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിക്കുകയും അവരെ മദ്ഹ് ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല അമീറായിരുന്ന മുന്തിറിന്റെയും അതേപോലെ തന്നെ അബ്ദുള്ളയുടെയും ഒക്കെ എന്തായിരുന്നു
മദ്ഹ് കാവ്യങ്ങൾ ഇദ്ദേഹം പ്രശസ്തനായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഉയ്യനൽ മജ്മുഅത്തി സ്വഹീഹത്തിൽ ലിമുഅല്ലഫാത്തി മിഖാഇൽ നഈമ. മിഖാഇൽ നഈമയുടെ ശരിയായ ഗ്രന്ഥങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാം. ഹംസുൽ ജഫൂൻ, കാനമാ കാന, കറമ്മല ദറബ്. ഹംസുൽ ജഫൂൻ, കാനമാ കാന, അൽ മജ്നൂൻ. അൽ ബൈദർ, കാനമാ കാന, ഹിയ ദുനിയ. അൽ ബയാദിർ, സൗത്തുൽ ലാലം, സമാഇൽ. ഓക്കെ, അടുത്തതിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടില്ലായിരുന്നു നിങ്ങള്? ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? ഒന്നും കേട്ടില്ല? ഇല്ല ഇല്ല ഇത് കേട്ടില്ലായിരുന്നോ? ഇല്ല. ഓക്കെ, ഞാനപ്പോ മൈക്ക് മ്യൂട്ടായിരുന്നു, ശ്രദ്ധിച്ചില്ല. അതായത് മീഖായി നഈമയുടെ മീഖായി നഈമയുടെ ഗ്രന്ഥങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഏത് തൊട്ടാ കേൾക്കാതായി തുടങ്ങിയത്? ഈ ക്വസ്റ്റ്യൻ മുതല്. ഓക്കെ, അതായത് ഇതിന്റെ അകത്ത് ഇത് ഉത്തരം മനസ്സിലായല്ലോ അല്ലെ? അതിന്റെ അകത്ത് ഹംസുൽ ജഫൂൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കസീദയാണ്. കാനമാ കാന കസസാണ്. കറമ്മല ദറവ് ഫന്നുൽ മസലാണ്. ബൈദർ മക്കാലയാണ്. സൗത്ത് ലാല മക്കാലയാണ്. ഇനി മജ്നൂൻ എന്നുള്ളത് ആരുടെ പുസ്തകമാണ്? മജ്നൂൻ, അൽ മജ്നൂൻ എന്നുള്ളത് ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെയാണ്. അതുപോലെ തന്നെ ഹിയദുന്യ എന്നുള്ള റഷീദ് അയ്യൂബിന്റെ ആണ്. ഖമായിൽ എന്നുള്ളത് ആരുടെയാണ്? ജദാവിലും ഖമായിലും തിബർ തുറാബക്കാരുടെയാണ്? ഇല്ല, അബുമാദിയുടെയാണ്. അബു ആമിർ ബിൻ അഹമ്മദ് ബിൻ അബി മർവാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇബ്നു സീദുൻ, ഇബ്നു അബ്ദുർ റബ്ബ, ഇബ്നു ദർറാജ് അൽ കസ്തലി, ഇബ്നു ഷുഹൈദ്. ആരാണ്? വേഗം ആൻസർ ചെയ്യണേ. നമുക്ക് ഈ ക്ലാസ് കൊണ്ട് മാക്സിമം തീർക്കണം. യൂണിറ്റ് 3 കംപ്ലീറ്റ് തീർക്കണം എന്ന് തന്നെ. സമയം ഉണ്ടാവില്ല ക്ലാസ് എടുക്കാനായിട്ട് ഇനി. ഓക്കെ, ഇബ്നു ഷുഹൈദ് ആണ്. അബു ആമിർ ബിൻ അഹമ്മദ് ബിൻ ഷുഹൈദ് എന്ന് തന്നെ പഠിക്കണം നമ്മൾ. ഇൻഷാ അല്ലാഹ് അവസാനം ഇവരുടെ എല്ലാം പൂർണ്ണമായി നാമം പറയും കേട്ടോ. അൽ ആബാഉ വൽ ബനൂൻ എന്ന് പറയുന്നത് എന്താണ്?
റിവായയാണോ, മസ്രഹിയയാണോ, നഖ്ദാണോ, ഇസ്സാ കസീറയാണോ? നോവലാണോ, നാടകമാണോ, നിരൂപണമാണോ, ഷോർട്ട് സ്റ്റോറി ആണോ? അപ്പം എങ്ങനെയൊക്കെയാണ് ചോദ്യം പറഞ്ഞതെന്ന് കണ്ടല്ലോ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇവരുടെയൊക്കെ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, നിർബന്ധം പഠിക്കണമെന്ന് പറയാറുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ എന്താണ് അൽ ആബാ വൽ ബനൂൻ എന്ന് പറയുന്ന നോവലാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ നാടകമാണ് അൽ ആബാ വൽ ബനൂൻ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാല് അൽ ആബാ വൽ ബനൂൻ എന്ന് പറയുന്നത് ഇവാൻ ടോർഗനീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള എന്ത് ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷിലെ ഒരു ഫ്രഞ്ച് നാടകമാണ്. എന്ത് നോവലാണ്. ഓക്കെ, ഒരു ഫ്രഞ്ച് നോവലാണ് എന്ത് അൽ ആബാ വൽ ബനൂൻ എന്നുള്ളത്. അത് പിന്നീട് എന്ത് ചെയ്യാണ് നാടക രൂപത്തില് മിഖായിൽ നഈമ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ എന്താണ് ഈ പറയുന്ന ഇവാൻ ടോർഗനീഫിന്റെ പുസ്തകം. അത് പിന്നീട് അറബിയിലേക്ക് എന്ത് ചെയ്യാണ് നാടക രൂപത്തിൽ മിഖായിൽ നഈമ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അശാഇറത്തുൽ അൻദലുസിയ കാനത്ത് ഖുതുഹ സൈനബ് മിൻ ഷഹീറാത്ത് ഷാഇറത്തുൽ അൻദലുസ്. അതായത് ഒരു സ്പെയിൻ കവിയത്രിയാണ്, അവളുടെ സഹോദരിയാണ് സൈനബ്. അവളാകട്ടെ എന്താണ് പ്രശസ്ത സ്പെയിൻ കവിയത്രികൾ ഷാഇറാത്തുകളിൽ പെട്ട ഒരു വ്യക്തിയാണ്. ഹഫ്സയാണോ, വല്ലാതെയാണോ, ഹംദൂനയാണോ, മറിയമാണോ? വെരി ഗുഡ്, മാഷാ അല്ലാ. ഹംദൂന ബിൻത് സിയാദ് അൽ മുഅറഫാണ്. ഓക്കെ, അത് അവരുടെ സഹോദരിയാണ് സൈനബ് എന്ന് പറയുന്ന വ്യക്തി. ഇനി അടുത്ത ചോദ്യം, ബദഅ ളുഹൂറുൽ മുവശഹ ഫി അഹദുൽ അമീർ. ആരുടെ കാലഘട്ടത്തിലാണ് മുവശഹാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്, തുടങ്ങുന്നത്? അബ്ദുല്ലാഹി ബിൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണോ, അബ്ദുറഹ്മാൻ ദാഖിലിന്റെ കാലഘട്ടത്തിലാണോ, ഹിഷാം ബിൻ അബ്ദുറഹ്മാന്റെ കാലഘട്ടത്തിലാണോ, ഹുക്മുൽ റബദ അല്ല റളിയുടെ കാലഘട്ടത്തിലാണോ? അബ്ദുല്ലാഹി ബിൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, നമ്മുടെ ആരുടെ ഷോക്കി ലൈഫിൽ പറയുന്നുണ്ട്, ഇഷ്തഹറത്തുൽ അൻദലുസ് ബിഅന്നഹ യല്ലതി ഇബ്തകറത്ത് ഫന്നുൽ മുവശഹ. മുവശഹ എന്ന് പറയുന്ന കല കൊണ്ട് പ്രശസ്തയാണ് സ്പെയിൻ എന്ന് പറയുന്നത്. വയളിന്നു അന്നഹു കാന ലിത്തിസാഇൻ മുവജ്ജത്തുൽ ഖൈനാഇ വൽ മ്യൂസിക് മുൻദു സരിയ ഫി അഹദി അബ്ദുറഹ്മാൻ അൽ ഔസത്ത് അലാ നഹ്വി മാ മർറ ബിനാ ഫിൽ ഫസ്ലിൽ അവ്വലി അസറുൻ കബീറുൻ ഫി നുശൂഇൽ മുവശഹ ബികസദിൽ ഖൈനാഇ മഅ ബഅൽ ആസിഫീൻ. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കഅന്നഹ തതഅല്ലഫു മിൻ ഫിക്റത്തൈൻ, ഫിക്റത്തുൽ മുൻഷിദി വ ഫിക്റത്തു റദ്ദ ബിഹിൽ ജൂക. രണ്ട് ഫിക്ര കൊണ്ടാണ്, രണ്ട് പാരഗ്രാഫ് ആയിട്ടാണ് എഴുതുന്നതെന്ന് പറയാം. വകാന ബദഅ ളുഹൂരിഹ ഫി അഹദിൽ അമീർ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ്. അബ്ദുല്ലാഹി ബിൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പം ഇതൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക കേട്ടോ. സ്പെയിനിൽ നിന്ന് ഒരുപാട് ഭാഗങ്ങൾ സ്പെയിൻ റിലേറ്റഡ് ആയിക്കൊണ്ട് ഷൗക്കി ലൈഫിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടുത്തത്, അശാഇറുൽ മിഹ്ജരി യസീറു അലാ ഖദമൈഹി മുസാഫത്തൻ മില്ലൈനി കുല്ല യൗമിൻ ബിസാബിഅത മിൻ ഉംരിഹി ലിൽ ഉസൂലി അൽ മദ്രസ. നമ്മള് ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് നടന്നുകൊണ്ട് ഏകദേശം 2 മൈൽ ദൂരം എല്ലാ ദിവസവും എന്ത് ചെയ്യാണ്, തന്റെ 7ാമത്തെ വയസ്സിൽ അതിങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു, അവിടെ ചെന്നെത്തിക്കൊണ്ട് ക്ലാസ് കേൾക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇതാരായിരുന്നു? ജിബ്രാനാണോ, ഇല്യാസ് ഫർഹാത്താണോ, ഇല്യ അബു മദൻ, റഷീദ് അയ്യൂബാണോ? ഇല്യ അബൂമാദിയാണ് കേട്ടോ. ഇല്യ അബൂമാദി ബന്ധപ്പെട്ട് പറയാണ്, ഈ സബബി ഫിക്രി ആയിലത്തിഹി, തന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് കാരണം, ലം യഹ്സല ഫി ഖരിയതിഹി ഇല്ലാ അലാ ബഅദ ദുറൂസിൽ ഇബ്തിദായിയത്തുൽ ബസീത മിൻ മദ്രസത്തുൽ ഖരിയത്തുല്ലദി ഇൽതഹഖ ബിഹാ വഹുവ ഫിൽ ഖാമിസത മിനൽ ഉംർ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ വളരെ ദരിദ്രമായിട്ടുള്ള അവസ്ഥ കാരണം തന്റെ 5ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യാണ്, ഒരു പ്രാഥമിക വിദ്യാലയത്തിൽ നിന്നും സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പഠിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് വഹാദ മഹദ്ദ ബിഹി ഇലാ യസീറ അലാ ഖദമൈഹി മുസാഫത മില്ലൈനി കുല്ല യൗം. ദിവസവും 2 മൈൽ നടക്കാൻ വേണ്ടി അദ്ദേഹത്തെ തീരുമാനിക്കുകയും വഹുവ ഫി സാബിഅത മിൻ ഉംരിഹി ലിയസ്തറക സമഅ മിൻ നാഫിദത്തി മദ്രസത്തിൻ കാന യദീരിഹ ഷെയ്ഖ് ഇബ്രാഹിം അൽ മുൻദർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ അദ്ദേഹം എല്ലാ ദിവസവും ഇങ്ങനെ 2 മൈലോളം നടന്നു പോയിട്ട് ഈ ഇബ്രാഹിം മുൻദർ എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയിട്ടുള്ള സ്കൂളിലെ
ജനാലയ്ക്കയിൽ നിന്നും അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമായിരുന്നു എന്നാണ്. വഹീന ലാഹല സാഹിബുൽ മദർസ, ഇത് കണ്ട ഇബ്രാഹിം മുന്തർ ആയിക്കോട്ടെ, ശുദ്ധത്തെ റഹബത്തെ അബിമാദിഫി നെഹ്ലൽ എൽമ്, ഈ വിജ്ഞാനം നേടാനുള്ള ഈ അബുമാദിയുടെ ഇല്ലി അബുമാദിയുടെ ആ ഒരു ആഗ്രഹം കണ്ട സമയത്ത് ദാഹു ഇലാ ദുഖൂലിൽ മദ്രസ വ ഇൻതിലാമു ഫി സുഫൂഫിഹ ഫി ഖൈരി മുഖാബിൽ, ഇന്റർവ്യൂ കൂടാതെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ക്ലാസ്സിലേക്ക് അദ്ദേഹത്തെ കയറ്റിയിരുത്തി പഠിപ്പിച്ചു എന്നുള്ളതാണ്. അഫി സാമിനത്തി മിനൽ ഉംരി അദ്ഖലൽ മദ്രസത്തുൽ യസൂഇയ, പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മദ്രസത്തുൽ യസൂഇയ എന്ന് പറയുന്ന സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അവ ഏകദേശം അവിടെ 1 വർഷക്കാലം പഠിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഈ കാണുന്ന ഉമ്മഹാത്തുൽ കുത്തുബുകളിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഉമ്മഹാത്തുൽ കുത്തുബിൽ ഈ സംഭവം ഉണ്ടാവില്ല. ഇത് അദബുൽ മെഹ്ജർ എന്ന പേരിൽ തന്നെ ഒരു പുസ്തകം, എന്റെ റൈറ്ററിന്റെ പേര് എനിക്ക് മറന്നുപോയി, ഞാൻ വായിച്ചിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് എത്തിയതാണ്. അതായത് അദബുൽ മെഹ്ജർ എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞുതരാം, ക്ലാസ്സിന്റെ അവസാനം പറഞ്ഞുതരാം. ആ പുസ്തകത്തിൽ നിന്നും കോട്ട് ചെയ്തിട്ടുള്ള പുസ്തകമാണ് കേട്ടോ. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലതും കൊട്ടേഷൻസ് ആണ്. ഇതെല്ലാം പല പുസ്തകങ്ങളുള്ള സാധനമാണ്. അവലു ദീവാനും ഷിഅരിയും മെഹ്ജരിയും ളഹറ വഹുവലം യതജാവസു അസ്സാനിയത വൽ 20 മിൻ ഉംരിഹി, തന്റെ 22ാമത്തെ വയസ്സില്, തന്റെ 22ാമത്തെ വയസ്സിലാണ് എന്ത് ചെയ്യുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏത് ഗ്രന്ഥമാണ്, തന്റെ ആദ്യത്തെ ദീവാൻ എന്ന് പറയുന്നത് 22ാമത്തെ വയസ്സിലാണ് പബ്ലിഷ് ആവുന്നത്. അത് ആരുടേതാണെന്നാണ്. ഓക്കെ, ഏതാണ്? ഇല്യ അബുമാദിയുടെ തുദുക്കാറുൽ മാദി എന്ന ഗ്രന്ഥമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റാം. ലഖദ് ഉലിദ ത്വഹ ഹുസൈൻ ഫി നഫ്സുൽ ആമില്ലദി ഉലിദ ഫീഹി അൽ അബ്ബാസ് മുഹമ്മദ്, ഇത് ഇമ്പോർട്ടന്റ് അല്ല, 1889. നമുക്കിത് പിന്നീട് പറയാം. അദീബുൽ ലുബ്നാനിയൻ മുഫക്കിറുൻ വശാഇറുൻ വനാഖിദുൻ മിൻ അബ്റസി റുവാദി നഹ്ദത്തുൽ അദബിയ്യ അൽ ഹദീസ ലഹു ഹംസുൽ ജഫൂൻ. ഹംസുൽ ജഫൂൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം സാഹിത്യകാരന്, ലബനാൻ ചിന്തകനും കവിയും നിരൂപകനും ഒക്കെയാണ് എന്നുള്ളതാണ്. അതാരാണ്? ഓക്കെ, വെരി ഗുഡ്, മിഖായിൽ നഈമയാണ്. إنه كان طبيبا وعديبا وفيلسوفا أندلسيا ازدهر بقصته الشهيرة الذي تعد من أعلم أعمال القصة الفكرية في الأصول الوسطى والهدف منها الوصول إلى المعرفة الخالق والإيمان به. അദ്ദേഹം ഒരു ഡോക്ടറാണ്, സാഹിത്യകാരനാണ്, ഫിലോസഫർ ആണ്. അവിടെ തന്നെ നമുക്ക് കിട്ടിയ ആരാണ്? ഇബ്നു തുഫൈലാണെന്ന് കിട്ടി. വെരി ഗുഡ്. ഇഷ്തഹറ ബിഖിസ്സതിഹി ഷഹീറ, തന്റെ പ്രശസ്ത കഥ കൊണ്ട് അദ്ദേഹം പ്രശസ്തനാകുന്നു. അല്ലദീ തുഇദ്ദു, അതിനെ പരിഗണിക്കപ്പെടുന്നു. മിൻ അഅലമി അഅമാൽ ഖിസ്സത്തുൽ ഫിക്രിയ ഫിൽ ഉസൂലിൽ ഉസ്താ, എന്താണ്? കണ്ടംപററി മധ്യകാലഘട്ടത്തിൽ രചിക്കപ്പെട്ട വളരെ ചിന്താത്മകമായിട്ടുള്ള കഥയാണ്. വൽ ഹദഫു മിൻഹൽ വുസൂലി ഇലൽ മഅരിഫത്തുൽ ഖാലിഖ് വൽ ഈമാൻ ബിഹി, എന്താണ്? സൃഷ്ടാവിനെ മനസ്സിലാക്കലും അദ്ദേഹത്തെ വിശ്വസിക്കുക എന്നതിലേക്കാണ് അത് തിരഞ്ഞെടുക്കുന്നത്. ഇത് ഇബ്നു തുഫൈലിന്റെ ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഇബ്നു തുഫൈലിന്റെ ഗ്രന്ഥം ഏതാണ്? അതുപോട്ടെ, അത് പറയും. ഹയ്യിബ്നു യഖ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. മിൻ ശുഅറാഇൽ മുവശഹാത്ത് മിൻ ഉസ്റത്തുൽ ഖലീഫത്തുൽ ഉൻദുലുസ്, ഒരു മുവശഹാത്ത് കവിയാണ്, കവിയത്രിയാണ്. അദ്ദേഹം ഒരു ഖലീഫയുടെ മകളാണ്. ആരാണ്? വല്ലാദ ഇബ്നു ഖഫാജ ഇബ്നു സൈദുൻ ഹഫ്സ. വല്ലാദ ബിന്ത് മുസ്തഖിഫിയാണ്. ആരാണ്? വല്ലാദ ബിന്ത് മുസ്തഖിഫിയാണ്. ലൈസ മിൻ മുഅല്ലിഫീൻ അൽ അൻദുലുസി ഫി ഇൽമുൽ ഹദീസ്, ഇൽമുൽ ഹദീസിൽ, അഥവാ ഇൽമുൽ ഹദീസ് ഉണ്ടല്ലോ, ഹദീസ് ശാസ്ത്രത്തില് പ്രധാനപ്പെട്ട വ്യക്തി അല്ലാത്ത ഒരു ആളാണ്. ഇത് നമ്മള് അദബുമായി ബന്ധപ്പെട്ട നമ്മുടെ സിലബസിൽ ഇല്ലാത്ത, സിലബസ് ഇതര ഒരു സാധനമാണ്.
അറിയാമെങ്കിൽ നോക്കുക. ഉത്തരം അബൂബക്കർ അൽ ഖുർത്തുബി എന്നുള്ളതാണ്. ബാക്കി എല്ലാവരും ഇൽമുദ്ദീൻ അൽ കാസിബിന് ബർസീലി ആയിരുന്നാലും ആയിഷബിന് അലി സിൻഹാജ ആയിരുന്നാലും ഇബിന് ജസി ആയിരുന്നാലും എന്താണ് ഇൽമുൽ ഹദീസിലെ പ്രധാന വ്യക്തിയാണ്. അബൂബക്കർ അൽ ഖുർത്തുബി എന്ന വ്യക്തി എന്തല്ല, ഇൽമുൽ ഹദീസ് പണ്ഡിതനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പെട്ടെന്ന് ഇബിന് ഹസമിന്റെ പുസ്തകം ഏതാണ്? ഇബിന് തുഫൈലിന്റെ പുസ്തകമാണ്. ഇബിന് ഷുഹീദിന്റെ പുസ്തകമാണ്. ഇബിന് അബ്ദുർ റബ്ബയുടെ പുസ്തകം ഏതാണ്? പെട്ടെന്ന് കണ്ടെത്തോ. ഒരാളെ കണ്ടെത്തിയാ ഇപ്പൊ ഉത്തരം, ഒരാളെ കണ്ടെത്തിയാ മതി, ഉത്തരം ഇപ്പൊ കിട്ടും. ഇബ്നു തുഫൈലിന്റെ ഹയ്യിബ്നു ഇഖ്ലാൻ. ഇബിന് തുഫൈലിന്റെ ഹയ്യിബിന് യഖ്ലാൻ. ഇബിന് തുഫൈല് ബി ആണ്, ഹയ്യിബിന് യഖ്ലാൻ 2 ആണ്. 2 വരണ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ പിന്നെ ബിയും സിയും കിടക്കുകയല്ലേ. ഞാൻ പറഞ്ഞത് ഒരൊറ്റ ഓപ്ഷന് നോക്കിയാല് ഇതിന്റെ ഉത്തരാവുന്ന പറഞ്ഞ ഏതാന്നറിയോ? ഇബിൻ അബ്ദുർ റബ്ബയുടെ പുസ്തകം ഏതാ? ഇബിൻ അബ്ദുർ റബ്ബയുടെ പുസ്തകം ഏതാ? ഇഖ്തുൽ ഫരീദ് അല്ലേ? ഹലോ, ഇഖ്തുൽ ഫരീദ് അല്ലേ? ഇഖ്തുൽ ഫരീദ് വരുന്ന ഒരേ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. അപ്പം ഇഖ്തുൽ ഫരീദ് ഇബ്നു അബ്ദുർ റബ്ബ. അപ്പം ഇബ്നു ഹസമിന്റെ പുസ്തകം ഏതാണ്? തൂഖുൽ ഹമാമയാണ്. ഇബ്നു തുഫൈലിന്റെ പുസ്തകം ഏതാണ്? അത് ഹയ്യിബിന് ഇഖ്ലാൻ ആണ്. ഇബ്നു ഷുഹൈദിന്റെ ഏതാണ്? ഹാനുത്ത് അത്താർ ആണ്. ഇബ്നു അബ്ദുർ റബ്ബയുടെ ഇഖ്തുൽ ഫരീദ് ആണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് കിട്ടാൻ നമുക്ക് നോക്കുമ്പോ എന്താണ്, ഇവിടെ നോക്ക്, പെട്ടെന്ന്, അതായത് ഇപ്പം തന്നെ 2 ഉണ്ട്. അപ്പൊ ഇത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായി? ഇത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കിത് പറയാൻ പറ്റൂല. പക്ഷെ നമുക്കിത് കൺഫ്യൂഷൻ വരാത്തൊരു സാധനമാണ് അത് ഡി 1 എന്നുള്ളത്. ഡി മാത്രം ഇഖ്തുൽ ഫരീദ് ഇബ്നു അബ്ദുർ റബ്ബ അന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾക്ക് സ്വാഭാവികം അത് മാത്രം മനസ്സിലായാൽ മതി, എന്ത് ചെയ്യാം, ആ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായോ? ഇനി അടുത്തത് ഉസ്ലൂബുഹു തഅബീരിയും, അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് തഅബീരിൻ എക്സ്പ്രസീവ് ആണ്. ബിഖിയാലാതിഹി റഖീഖ അൽ ഹുലുവ വഇബാറാതിഹി അൽ ബസീതത്തു ഖനിയ ബിൽ മ്യൂസിക്. എന്താണ് അദ്ദേഹത്തിന്റെ സാഹിത്യം എന്ന് പറയുന്നത്? എന്താണ് സാഹിത്യം എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. നോക്കട്ടെ, അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയാണ്. ഇബാറാത്തിൽ ബസ് സിമ്പിൾ സെന്റൻസ് കൊണ്ട് അൽ ഖനിയ ബിൽ മ്യൂസിക്, മ്യൂസിക്കൽ നിറഞ്ഞുകൊണ്ടാണ്. വഖദ് അഹദസ ഫിൽ ആലമിൽ അറബി ഹിസ്സത്തൻ, തന്റെ എന്താണ് അറബി ലോകത്ത് ഒരു പ്രത്യേക ഒരു എന്താണ് ഹിസ്സത്ത് എന്ന് വെച്ചാൽ ധ്വനി ഉണ്ടാക്കി. തഫത്തഹത്ത് ലഹാ നുഫൂസുൽ അജിയൽ, ആ ധ്വനിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, തലമുറകളുടെ നഫ്സുകളിലേക്ക് അത് തുറക്കപ്പെട്ടു. അൽ ജദീദത്ത് മിൻ ഹംലത്തുൽ അഖ്ലാം, പുതിയ പുതിയ എന്ത് ചെയ്യാണ്, ഹംലത്തുൽ അഖ്ലാം എന്ന് വെച്ചാൽ പേനകളുടെ ഒരു അധിനിവേശം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ ലോകത്തിലേക്ക് വന്നു. ഇത് ആരാണ്? അതായത് പുതിയ പുതിയ സിമ്പിൾ, അതായത് മ്യൂസിക്കുകൾ നിറഞ്ഞിട്ടുള്ള സിമ്പിൾ സെന്റൻസ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മനുഷ്യന്മാരിലേക്കും ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു കവി, ഒരു എഴുത്തുകാരൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഇത്രയൊക്കെ വർണ്ണിക്കണമെങ്കിൽ ആരായിരിക്കണം? അത് ജിബ്രാനെ പറ്റിയിട്ടാണ്. കാരണം ജിബ്രാനാണ് എന്ത് ചെയ്യുന്നത്, മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം തന്നെ മ്യൂസിക്കിയാണ്. ഇവിടെ ആ ഒരൊറ്റ വരിയിൽ നിന്ന് നമുക്ക് കിട്ടും, മ്യൂസിക് എന്ന വരിയിൽ നിന്ന് തന്നെ മ്യൂസിക് എന്ന് കിട്ടും നമ്മൾക്ക്. ഇനി ഒരു ചോദ്യം നോക്കാം. ശുക്രുല്ലാഹി ജർറ്, സൗറത്ത് കാസാൻ, ജസറുൽ ഖത്തിഅ, അദബ്ന വ ഉദബാഉന ഫിൽ മഹാജിറുൽ അംരീക്കിയ, ഔറാഖുൽ ഖരീഫ്, ശുക്രുല്ലാഹി ജർറ്, നദറ ഹദ്ദാദ്, മഹ്മൂദ് ഷരീഫ്, തൗഫീഖ് സൻഉ. ഇത് ആക്ച്വലി ഒരു തെറ്റുള്ള ഒരു ചോദ്യമായിരുന്നു. പക്ഷെ അന്ന് ആൻസർ കീയിൽ ഓപ്ഷൻ സി ആണ് കൊടുത്തത്. ആരും എന്ത് ചെയ്തിട്ടില്ല, അതിനെ ചലഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടില്ല. നമുക്ക് നോക്കാം. ശുക്രുല്ലാഹി ജർറിൻ്റെത് ജസറുൽ ഖത്തിഅത്ത് എന്ന പുസ്തകമാണ്. നദറ ഹദ്ദാദിൻ്റെത് ഔറാഖുൽ ഖരീഫ് ആണ്. മഹ്മൂദ് ഷരീഫാണ് എന്ത് ചെയ്യുന്നത്, സൗറത്ത് കാസാൻ രചിക്കുന്നത്. സൗറത്ത് കാസാൻ ആരുടെയാണ്? മഹ്മൂദ് ഷരീഫ് എന്ന് പറയുന്ന വ്യക്തിയുടെയാണ്.
ഇനി തൗഫീഖ് സൊന്നൂന്റെ അല്ല അദബുന വ ഉദബഉന ഫിൽ മഹാജുൽ അംരീക്ക് അത് ആരുടേതാണ്? ജോർജ് സ്വൈദഹിന്റെയാണ്. ജോർജ് സ്വൈദഹിന്റെയാണ് അദബുന വ ഉദബഉന ഫിൽ മഹാജുൽ അംരീക്കിയ എന്നുള്ളത്. ഓക്കെ, അൽ ഫുനൂൻ എന്ന് പറയുന്ന മാഗസീന്റെ മുദീർ തഹ്രീർ ആരാണ്? നസീബ് അരീദ, മിഹായി നഈമ, അബ്ബാസ് മുഹമ്മദ് അക്കാദ്, ഇല്ലി അബു മദാരാണ്. നസീബ് അരീദയാണ്. ഓക്കെ, അബു ഉമർ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ആസിബ് ബിൻ അബ്ദുൽ അഹമ്മദ് ബിൻ സുലൈമാൻ ഈസ ഇഷ്തഹറ ബി ഖുർത്ത്, അദ്ദേഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അബു ഉമർ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ആസിബ് ബിൻ അഹമ്മദ് ബിൻ സുലൈമാൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഇബ്നു ദർറാജ് ആണ്. ഓക്കെ, ഇതിവിടെ നോക്കിക്ക, ഞാൻ ഇവിടെ കാണിച്ചത്. ഓക്കെ, ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കരുതിയതാണ്, പക്ഷെ അത് വിട്ടുപോയിട്ടോ. പക്ഷെ അത് ഞാൻ ക്ലാസ്സിന് ശേഷമേ അതാ ഇവിടെ കിടപ്പുണ്ട്, നോക്കിക്കേ. ഇബ്നു ദർറാജിന്റെ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടോ. ഇബ്നു ദർറാജ് അബു ഉമർ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ ദർറാജ് അൽ കസ്തരി എന്നാണ്. ഇബ്നു ഖഫാജ അബു ഇസ്ഹാഖ് ഇബ്രാഹിം ബിൻ അബുൽ ഫത്തഹ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഖഫാജ എന്നാണ്. ഇബ്നു ഹാനി അബുൽ ഖാസിം മുഹമ്മദ് ബിൻ ഹാനി ബിൻ സഊദ് റസ്തി എന്നാണ്. അബുൽ വലീദ് അഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഗാലിബ് ബിൻ സീദൂൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഇബ്നു സീദൂന്റെ പേര്. ഹംദയുടെ പേര് ഹംദ ബിൻ സിയാദ് തഖിയൽ ഔഫി എന്നാണ്. ഇബ്നു ഹസം അബു മുഹമ്മദ് അലി ബിൻ അഹമ്മദ് ബിൻ സഈദ് ബിൻ ഹസം എന്നാണ്. അബു ആമിർ അബ്ദുൽ മലിക് ബിൻ ഷുഹൈദ് എന്നാണ് ഇബ്നു ഷുഹൈദിന്റെ പൂർണ്ണനാമം. ഇബ്നു തുഫൈൽ അബു ബക്കർ മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ തുഫൈൽ എന്നാണ് ഇബ്നു തുഫൈലിന്റെ പൂർണ്ണനാമം. ഇത്രയും പേരുടെ പൂർണ്ണനാമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് സ്ക്രീൻഷോട്ട് എടുത്തോ. അൽ ഖുഫ്ല് വൽ ഖറജ, ഇത് രണ്ടും എന്തിന്റെ എലമെന്റിൽ പെട്ടതാണ്? ഗസ്ല്, റസാ, മുവശഹ്, സജ്ല്, എന്തിൽ പെട്ടതാണ് കുഫ്ലും ഖറജയൊക്കെ? കുഫ്ലും ഖറജയൊക്കെ എന്തിൽ പെട്ടതാണ്? മുബശ്ശഹാത്ത്. ഹലോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? കുഫ്ലും ഖറജയും എന്തിന്റെ എലമെന്റിൽ പെട്ടതാണ്? വെരി ഗുഡ്, എന്തിൽ പെട്ടതാണ്? മുവശഹാത്തിൽ പെട്ടതാണ്. അൽ മുവശഹു ഹുവ മിൻ അറൂഇ മിൻ അൻവാഇ ശിറുൽ അറബി തതവ്വറൻ ബിഹ്തികാഖിൽ അറബി ബിൽ ഖർബി മുബാശറൻ. മുബശഹാത്ത് എന്ന് പറയുന്നത് എന്താണ്? മിൻ അൻവാഇ ശിറുൽ അറബി, അറബി കവിതകളുടെ ഒരു രൂപമാണ്. തതവ്വറൻ, അത് ഡെവലപ്പ് ചെയ്യുന്നത് ബിഹ്തികാഖിൽ അറബി ബിൽ ഖർബി മുബാശറത്തൻ, അറബികളും പാശ്ചാത്യരുമായിട്ടുള്ള ഒരു ക്രയവിക്രയങ്ങളിലൂടെയാണ്. മുഖദ്ദിമുൽ മആഫിൽ ഖബരി മിൻ ശുറൈൽ അമീർ അബ്ദുല്ലാഹ് ബിൻ മർവാൻ മിൻ മുഅസ്സിസിൽ മുബശ്ശഹ്. മുബശ്ശഹാണ്. അതായത് മുഖദ്ദിമുൽ മആഫിൽ ഖബരി എന്ന വ്യക്തി ആരാണ്? അബ്ദുല്ലാഹ് ബിൻ മർവാനിയുടെ പ്രധാനപ്പെട്ട ഒരു കവികളിൽ ഒരാളാണ് മുഖദ്ദിമുൽ മആഫിൽ ഖബരി. ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത് മുഅസ്സിസുൽ മുബശ്ശഹ് ആയിട്ടാണ്, മുബശ്ശഹിന്റെ ഫൗണ്ടർ ആയിട്ടാണ്. ഇതിൽ രണ്ടും ശരിയാണോ? രണ്ടും തെറ്റാണോ? ഒന്ന് ശരിയും ഒന്ന് തെറ്റുമാണോ? ഒന്ന് തെറ്റും ഒന്ന് ശരിയുമാണോ എന്നാണ് ചോദ്യം. ഇത് രണ്ടും ശരിയാണ്. ഇത് രണ്ടും ശരിയാണ്. ഓക്കെ, അടുത്തയിലേക്ക് നമ്മൾ പോവാണ്. പോണോ? എന്താ അവസ്ഥ? അടുത്തയിലേക്ക് പോട്ടെ. നമുക്കിന്നത് മതിയാക്കല്ലേ?
നാളെ ഉണ്ടാവൂല, നാളെ അല്ല മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് നോക്കാം നമുക്ക്. ഓക്കെ, എന്നാ ശുക്രൻ. അസ്സലാമു അലൈക്കും. സാർ ഈ ക്വസ്റ്റ്യൻ